പരിഹാരമാകാതെ ഹിജാബ് വിവാദം ആളിക്കത്തിക്കുന്നത് ആരാണ്? പകൽ വാർത്തയിലേക്ക് സ്വാഗതം. നോക്കാം പ്രധാന തലക്കെട്ടുകൾ. We will follow management respective rules and regulation. The same institution is St. Rita's Public School. Surely we will follow that. ഹിജാബ് വിവാദത്തിൽ വിദ്യാഭ്യാസ മന്ത്രിയെ തള്ളി എറണാകുളം പള്ളുരുത്തി സെന്റ് റീത്ത സ്കൂൾ. ഹിജാബ് അനുവദിക്കില്ല. വിവാദമായപ്പോൾ നിലപാടിൽ പിന്നാക്കം പോയി സർക്കാർ. പ്രശ്നം അവിടെ തീർന്നെങ്കിൽ തീരട്ടെ എന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. NOC നൽകേണ്ടത് സർക്കാരാണെന്ന് മറക്കേണ്ടത് മന്ത്രിയുടെ ഭീഷണി. അപ്പോൾ അതെല്ലാം കൂടെ കണക്കിലെടുത്തുകൊണ്ട് സഹകരിച്ച് മുന്നോട്ട് പോകുക. ഭീഷണി വേണ്ടെന്ന് സ്കൂളിന്റെ മറുപടി. സ്കൂളിലെ ചർച്ചയിൽ തീർന്ന ഹിജാബ് തർക്കം വിവാദമാക്കിയത് വിദ്യാഭ്യാസ മന്ത്രിയുടെ അനവസരത്തിലെ പ്രസ്താവന. ഹിജാബ് അനുവദിക്കണമെന്ന നിലപാട് ആയുധമാക്കിയ SDPI. എല്ലാ സ്കൂളിലും ബാധകമാക്കണമെന്ന ആവശ്യം. സർക്കാർ മത തീവ്രവാദികൾക്ക് വഴങ്ങിയെന്ന് BJP. മന്ത്രി ശിവൻകുട്ടിയുടേത് വിവാഹരഹിത നിലപാടെന്ന് കത്തോലിക്ക കോൺഗ്രസ്. ആറന്മുള അഷ്ടമിരോഹിണി വള്ളസദ്യ വിവാദത്തിൽ ദേവസ്വം ബോർഡും ക്ഷേത്രോപദേശക സമിതിയും പ്രതിക്കൂട്ടിൽ. ഗൂഢാലോചനയുണ്ടെന്ന് സംശയമെന്ന് പള്ളിയോട സേവാ സംഘം. പരിഹാരക്രിയ ആവശ്യപ്പെട്ടത് ദേവസ്വം ബോർഡെന്ന് തന്ത്രി. മന്ത്രി വാസവന്റെ ഭാഗത്ത് വീഴ്ചയില്ല എന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത്. ശബരിമല സ്വർണ്ണമോഷണവും വിശ്വാസവഞ്ചനയും ആരോപിച്ച് UDFന്റെ വിശ്വാസ സംരക്ഷണ യാത്രയ്ക്ക് തുടക്കം. ശരണം വിളിച്ച് ഉദ്ഘാടനം ചെയ്ത് ദീപാദാസ് മുൻ. Who is not taking responsibility, who are inefficient. This inefficient government should go and Congress and UDF should come, and it is our promise to God Ayappa. സ്വർണ്ണമോഷണ കേസിൽ മുൻ ദേവസ്വം പ്രസിഡന്റുമാരായ പത്മകുമാറിനെയും വാസുവിനെയും ഉടൻ ചോദ്യം ചെയ്യും. അബിൻ വർക്കിയെ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റാക്കാത്തതിൽ കോൺഗ്രസിനുള്ളിൽ അമർഷം പുകയുന്നു. രാഹുൽ ഗാന്ധി തുടക്കമിട്ട ജനാധിപത്യ പ്രക്രിയ അട്ടിമറിച്ചെന്ന് ദേശീയ നേതൃത്വത്തിന് I ഗ്രൂപ്പിന്റെ പരാതി. KM അഭിജിത്തും ദേശീയ നേതൃത്വത്തെ അമർഷം അറിയിച്ചേക്കും. മൂവാറ്റുപുഴയിൽ വിശ്വാസ സംഗമത്തിനെത്തിയ അബിനെ തോളിലെടുത്ത പ്രവർത്തകർ. മന്ത്രി സജി ചെറിയാനും AK ബാലനുമെതിരെ തുറന്നടിച്ച് G സുധാകരൻ. തന്നെ ഉപദേശിക്കാനുള്ള പക്വതയും പ്രത്യയശാസ്ത്രബോധവും സജി ചെറിയാൻ ഇല്ല എന്ന് വിമർശനം. ആലപ്പുഴയിലെ CPM നശിക്കേണ്ടെന്ന് തനിക്ക് ആഗ്രഹമുണ്ടെന്നും സുധാകരൻ പ്രകോപിപ്പിക്കുകയാണെന്ന് CPM ജില്ലാ സെക്രട്ടറി നാസറിന്റെ മറുപടി. ഹമാസ് ആയുധം ഉപേക്ഷിക്കണമെന്ന് ഇസ്രയേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. ഇല്ലെങ്കിൽ നശിപ്പിക്കുമെന്ന മുന്നറിയിപ്പ്. ഗസയിലേക്കുള്ള സഹായ ട്രക്കുകളെ റഫേൽ തടയില്ലെന്നും ഇസ്രയേൽ. ബന്ദികളുടെ മൃതദേഹ കൈമാറ്റം വൈകിയത് ഗസയിലെ ഗതാഗത പ്രശ്നം കാരണമെന്ന് ഹമാസ്. പള്ളുരുത്തി സ്കൂളിലെ ഹിജാബ് വിവാദത്തിൽ നിലപാട് മയപ്പെടുത്തി വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. നിലവിലുള്ള കോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ സ്കൂളിന് തീരുമാനമെടുക്കാമെന്നാണ് സർക്കാർ നിലപാട്. യൂണിഫോമിന്റെ നിറവും ശൈലിയും സ്കൂളിന് തീരുമാനിക്കാൻ അധികാരമുണ്ട്. എന്ത് തർക്കത്തിന്റെ പേരിലായാലും ആർക്കും വിദ്യാഭ്യാസം നിഷേധിക്കരുതെന്നും മന്ത്രി പറഞ്ഞു. ഗവൺമെന്റിന് വ്യക്തമാക്കാനുള്ളത് ഈ പ്രശ്നം അവിടെ വെച്ച് തീർക്കട്ടെ. അവിടെ ഇതിനിടയിൽ ഒരു ഒത്തുതീർപ്പ് പുറത്തുള്ള ജനപ്രതിനിധികളും പൊതുപ്രവർത്തകരെല്ലാം ചേർന്നുകൊണ്ട് ഒരു ഒത്തുതീർപ്പ് നടന്നതായി കേൾക്കുന്നു, പത്രങ്ങളിലൂടെ കേൾക്കുന്നു. ആ പ്രശ്നത്തിൽ വിഷയം തീർന്നെങ്കിൽ തീർന്നോട്ടെ. ഇപ്പോൾ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം കുട്ടിയുടെ രക്ഷകർത്താവ് പഴയ സ്റ്റാൻഡിൽ നിന്ന് മാറി ശിരോവസ്ത്രമില്ലാതെ തന്നെ കുട്ടിയെ സ്കൂളിൽ അയക്കാം എന്ന് സമ്മതിച്ചു എന്നാണ് പറയുന്നത്. അതോടുകൂടി പിന്നെ പ്രശ്നം തീർന്നല്ലോ, ആ പ്രശ്നം തീർന്നു. പക്ഷെ ഒരു കാര്യം, ഈ ഗവൺമെന്റ് ഇക്കാര്യത്തിൽ ഇടപെട്ടത്, മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇക്കാര്യത്തിൽ ഇടപെട്ടത്, ഒരു കുട്ടിയുടെ അവകാശം, അവന് ക്ലാസ്സിലിരുന്ന് പഠിക്കുന്നതിന് വേണ്ടിയുള്ള അവകാശം നിഷേധിക്കുവാൻ ആർക്കും അവകാശമില്ല. എന്തിന്റെ പേരിലായിരുന്നാലും ആർക്കും അവകാശമില്ല. ആ അവകാശമില്ലാത്ത സാഹചര്യത്തിൽ നമുക്ക് ചെയ്യാൻ കഴിയുന്നത് എന്താ? കിട്ടിയ പരാതിയെ സംബന്ധിച്ചവർ അന്വേഷണം നടത്തുക. ആ അന്വേഷണത്തിന്റെ റിപ്പോർട്ട് കിട്ടിയിട്ടുണ്ട്.
ആ റിപ്പോർട്ട് നിയമാനുസരണം പിന്നെ റിപ്പോർട്ടിനുള്ളൊരു മറുപടി അവർ തരേണ്ടതായിട്ടുണ്ട്. ആ റിപ്പോർട്ട് അവർക്ക് കൊടുക്കും, അതിന് മറുപടി വാങ്ങുന്നതാണ്. മറുപടി വാങ്ങിയാലും പ്രശ്നം കൂടുതലിന് വഷളാക്കേണ്ട കാര്യമില്ല. പ്രശ്നം ഇതുവഴി അവസാനിപ്പിച്ച ശേഷം ഭരണഘടന പറയുന്നതനുസരിച്ചും കോടതി വിധികൾക്കനുസരിച്ചും കേരള വിദ്യാഭ്യാസ നിയമം അനുസരിച്ചും ദേശീയ വിദ്യാഭ്യാസ നിയമം അനുസരിച്ചും സ്കൂൾ പ്രവർത്തിപ്പിക്കുന്നതിന് വേണ്ടി തയ്യാറാവും. അതിലെല്ലാം അടങ്ങിയിട്ടുണ്ട്. ഈ വിഷയം കൈകാര്യം ചെയ്യുന്നതിൽ സ്കൂൾ അധികൃതർക്ക് വീഴ്ച പറ്റിയെന്നാണ് വിദ്യാഭ്യാസ ഉപഡയറക്ടറുടെ റിപ്പോർട്ട്. ഹിജാബ് ധരിച്ച് വരരുതെന്ന് സ്കൂൾ നിയമാവലിയിൽ പറഞ്ഞിട്ടില്ല. വിഷയം കൈകാര്യം ചെയ്യാൻ ഫലപ്രദമായ PTA സ്കൂളിൽ പ്രവർത്തിക്കുന്നില്ലെന്നും റിപ്പോർട്ടിൽ പറയുന്നു. കുട്ടിയെ ശിരോവസ്ത്രം ധരിച്ചു എന്നതിന്റെ പേരിൽ പുറത്തു നിർത്തുവാനുള്ള തീരുമാനം ചട്ടവിരുദ്ധമാണെന്ന റിപ്പോർട്ട് വിദ്യാഭ്യാസ ഉപഡയറക്ടർ നൽകുകയുണ്ടായി. തലയിലെ ഷാൾ ചുറ്റി ശിരോവസ്ത്രം വരാൻ പാടില്ല എന്ന് കൃത്യമായി സ്കൂൾ നിയമത്തിൽ രേഖപ്പെടുത്താത്തത് എന്നുള്ള ചോദ്യത്തിന് കൃത്യമായ മറുപടി പറയാൻ സ്കൂൾ മാനേജ്മെന്റ് കഴിഞ്ഞിട്ടില്ല. 3. ശരിയായ രീതിയിൽ ഒരു PTA കമ്മിറ്റി ഉണ്ടായിരുന്നുവെങ്കിൽ ഇത്തരത്തിലൊരു പരാതിക്ക് ഇടവരില്ലായിരുന്നു. ബഹുമാനപ്പെട്ട കേരള WPC 1744/2016 വിധിയുടെ ഹൈക്കോടതിയുടെ അടിസ്ഥാനത്തിൽ കേരള സർക്കാർ 8/5/2024 എന്നാൽ വിദ്യാഭ്യാസ മന്ത്രിയുടെ വാദം തള്ളി സ്കൂൾ അധികൃതർ രംഗത്തെത്തി. വിദ്യാഭ്യാസ മന്ത്രി കാര്യം പഠിക്കാതെയാണ് നിലപാടെടുത്തത്. വിദ്യാഭ്യാസ ഉപഡയറക്ടറുടെ റിപ്പോർട്ട് വാസ്തവ വിരുദ്ധമാണ്. വിദ്യാഭ്യാസ മന്ത്രിയുടെ സർക്കുലറിനെതിരെ കോടതിയെ സമീപിക്കുമെന്നാണ് ഇവരുടെ നിലപാട്. 2018 കേരള ഹൈക്കോർട്ട് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോർട്ട് വിധി പ്രകാരം ഉള്ള നിലവിൽ അതങ്ങനെ തന്നെയാണ്. എന്ത് യൂണിഫോമിറ്റി കീപ്പ് ചെയ്യണം എന്നുള്ളത് അത് അഡ്മിനിസ്ട്രേറ്റർ ലെവൽ മാനേജ്മെന്റ് ലെവൽ തന്നെയാണ് സ്വീകരിക്കണം. അത് നിലനിൽക്കുന്നുണ്ട്. എനിവേ വി വിൽ ഫോളോ മാനേജ്മെന്റ് റെസ്പെക്റ്റീവ് റൂൾസ് ആൻഡ് റെഗുലേഷൻ ദ സെയിം ഇൻസ്റ്റിറ്റ്യൂഷൻ സെന്റ് റീറ്റാസ് പബ്ലിക് സ്കൂൾ. ഷുവർലി വി വിൽ ഫോളോ ദാറ്റ്. വാർത്താ സമ്മേളനത്തിനിടെ മന്ത്രി നടത്തിയ മറ്റൊരു പ്രസ്താവനയ്ക്കെതിരെയും മാനേജ്മെന്റും സർക്കാരും തമ്മിൽ ഏറ്റുമുട്ടുകയാണ്. അൺഎയ്ഡഡ് സ്കൂളാണെങ്കിലും NOC നൽകുന്നത് സർക്കാരാണെന്ന് മന്ത്രി പറഞ്ഞു. എന്നാൽ മന്ത്രി ഭീഷണിപ്പെടുത്തുകയാണെന്നും സ്കൂളിന് സംസ്ഥാന സർക്കാർ NOC ആവശ്യമില്ല എന്നുമാണ് സ്കൂളിന്റെ വാദം. അത് കേന്ദ്രീയ സെൻട്രൽ സിലബസ് ഉള്ള അൺഎയ്ഡഡ് സ്കൂളാണ് എങ്കിലും ഇന്നിപ്പോ പുതുക്കേണ്ട സമയമാണ്. NOC പുതുക്കുന്നത് നമ്മളാണല്ലോ, വിദ്യാഭ്യാസ വകുപ്പാണല്ലോ പുതുക്കേണ്ടത്. അപ്പോൾ അതെല്ലാം കൂടെ കണക്കിലെടുത്തുകൊണ്ട് സഹകരിച്ച് മുന്നോട്ട് പോകുക. CBSE അഫിലിയേഷൻ സംബന്ധിച്ച് വിദ്യാഭ്യാസ മന്ത്രിയുടെ ശ്രദ്ധയിലേക്ക് ഒരു കാര്യം പോയിന്റ് ഔട്ട് ചെയ്യുന്നു. 2026-27 അക്കാദമിക് ഇയറിലേക്ക് CBSE അഫിലിയേഷനുള്ള NOC സ്റ്റേറ്റ് ഗവൺമെന്റിൽ നിന്നും വേണ്ട. ഇപ്പോൾ പുതിയ CBSE അഫിലിയേഷൻ പോളിസി പ്രകാരം NOCയുടെ ആവശ്യമില്ല. സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ NOCയുടെ ആവശ്യമില്ല CBSE അഫിലിയേഷന്. എയ്ഡഡ് അൺഎയ്ഡഡ് സ്കൂളുകളിൽ ഹിജാബ് അനുവദിക്കണമെന്ന് സർക്കാർ സർക്കുലർ ഇറക്കണമെന്ന് ആവശ്യപ്പെട്ട് SDPI ഇതിനിടെ രംഗത്തെത്തുകയും ചെയ്തു. ഹിജാബ് ധരിക്കുന്നത് ഭരണഘടനാ അവകാശമാണെന്ന മന്ത്രിയുടെ വാർത്താക്കുറിപ്പാണ് SDPI ആയുധമാക്കുന്നത്. വിവരങ്ങളുമായി ഡാനി പോളും ഒപ്പം കിരൺ ബാബുവും ചേരുന്നു. ഡാനി, ആദ്യം സ്കൂളിന്റെ നിലപാട്. ഇന്നലെ കുട്ടിയുടെ പിതാവുമായി സംസാരിക്കുക, ഈ വിഷയം രമ്യമായി പരിഹരിക്കുന്ന രീതിയിലേക്ക് ഒരു ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ എത്തുക. വൈകുന്നേരത്തോടുകൂടി മന്ത്രിയുടെ വാർത്താക്കുറിപ്പ് വരുമ്പോൾ ഇത് വീണ്ടും തകിടം മറിയുന്ന ഒരു സ്ഥിതിയിലേക്ക് പോകുക. മന്ത്രി പിന്നോക്കം പോയിട്ടുണ്ട് എന്ന് പറയുമ്പോഴും മന്ത്രിയുടെ ഭാഷയിൽ, മന്ത്രിയുടെ പ്രസ്താവനയിൽ സ്കൂളിനെതിരായി ഭീഷണിയാണ് ഉള്ളത് എന്ന് പ്രിൻസിപ്പൽ അടക്കമുള്ളവർ ആവർത്തിക്കുകയും ചെയ്യുന്നു. ഈ പ്രശ്നം അത്ര എളുപ്പം പരിഹരിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നില്ല എന്ന് കൂടിയാണോ മനസ്സിലാക്കുന്നത്? സ്കൂൾ അധികൃതരുടെ പ്രതികരണം അതാണോ മനസ്സിലാക്കേണ്ടത്? അപർണ, ഇക്കാര്യത്തിൽ രണ്ട് കൂട്ടർക്കുമിടയിൽ, ഒന്ന് സ്കൂൾ മാനേജ്മെന്റിനും അതോടൊപ്പം തന്നെ വിദ്യാഭ്യാസ വകുപ്പിനും പ്രത്യേകിച്ച് മന്ത്രിക്കുമിടയിൽ ഒരു ആശയക്കുഴപ്പം നിലനിൽക്കുന്നുവെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പ്രത്യേകിച്ച് ഇന്നലെ വൈകിട്ട് മന്ത്രി പുറത്തിറക്കിയ ഇവർക്ക് നൽകിയ നിർദ്ദേശങ്ങൾ, ആ നിർദ്ദേശത്തെ ഒരു സർക്കുലറായിട്ട് തന്നെയാണ് മാനേജ്മെൻറ്റ് കണക്കാക്കുന്നത്. കാരണം അതൊരു ഓർഡർ കം സർക്കുലർ എന്ന രീതിയിലാണ് അവരതിനെ വിവക്ഷിക്കുന്നത്. കാരണം അതിൽ ചില നിർദ്ദേശങ്ങളുണ്ട്, പക്ഷേ അത് അംഗീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് പറയുന്നു. 2018 ഹൈക്കോടതി വിധി അടക്കമുള്ള കാര്യങ്ങൾ ഇക്കാര്യങ്ങളിലുണ്ട്.
അതുകൊണ്ട് ഈ കാര്യത്തിൽ മന്ത്രി പുറത്തിറക്കിയ സർക്കുലറിനെ ചോദ്യം ചെയ്യുക, കോടതിയിൽ നിയമപരമായി ചോദ്യം ചെയ്യുക എന്നതിനൊപ്പം തന്നെ അതിന് മറുപടി കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. ഒന്ന്, അതിൽ ആവശ്യപ്പെട്ട കാര്യങ്ങളിൽ ഈ കുട്ടിയെ ക്ലാസ്സിൽ നിന്ന് പുറത്താക്കിയെന്ന് പറയുന്നതടക്കമുള്ള കാര്യങ്ങളുണ്ട്. അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല. ഹിജാബ് ധരിച്ചു വന്ന കുട്ടി ആ ക്ലാസ് മുറിയിൽ തന്നെ ഉണ്ടായിരുന്നു, അവിടെ പരിപാടികൾ പങ്കെടുത്തിരുന്നു, തുടർച്ചയായ 3 ദിവസവും ഉണ്ടായിരുന്നു. ഇതെല്ലാം തന്നെ വ്യക്തമാക്കുന്ന CCTV ദൃശ്യങ്ങളടക്കം നൽകിക്കൊണ്ട് വിശദീകരണമായിട്ട് നൽകിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആ വാദങ്ങൾ, മന്ത്രി പറഞ്ഞിരിക്കുന്ന വാദങ്ങൾ തെറ്റിദ്ധാരണയുടെ ഫലമാണ്. ഈ നൽകിയിരിക്കുന്ന റിപ്പോർട്ടും അസംബന്ധമാണ് എന്ന് പറയുന്നു. കുട്ടിയെ സ്കൂളിൽ നിന്ന് പുറത്താക്കേണ്ട ഒരു സാഹചര്യവും ഉണ്ടായിരുന്നില്ല, തങ്ങളത് ചെയ്തിട്ടില്ല എന്ന് പറയുന്നു. രണ്ടാമത്തെ കാര്യം, ഈ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇതിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ MP ഇടപെട്ടുകൊണ്ട് ചില ചർച്ചകൾ നടന്നിരുന്നു. അത് സ്കൂൾ മാനേജ്മെൻറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ടല്ല, അതിൽ അവരുടെ കുടുംബത്തെ വിശ്വാസത്തിലെടുത്തുകൊണ്ട് നടത്തിയ ചർച്ചകളാണ്. ആ ചർച്ചകളിൽ കുട്ടിയുടെ പിതാവ് പറഞ്ഞത് തങ്ങൾ ഇനി വിവാദത്തിനില്ല എന്ന് പറഞ്ഞിരുന്നു. തങ്ങൾ സ്കൂൾ മാനേജ്മെൻറ്റ് നിഷ്കർഷിക്കുന്ന യൂണിഫോം അനുസരിച്ചുകൊണ്ട് മാത്രമേ വരികയുള്ളൂ എന്നതെല്ലാം തന്നെ വ്യക്തമാക്കിയിരുന്നതാണ്. അപ്പോൾ ആ കാര്യങ്ങൾ കൂടി അറിയിച്ചിട്ടുണ്ട്. പക്ഷേ ആ ഒരു കാര്യത്തിൽ ആ കുട്ടിയുടെ പിതാവിൻ്റെ സ്റ്റേറ്റ്മെൻ്റ് അടക്കം അവരെ എഴുതി വാങ്ങിയതടക്കമുള്ള കാര്യങ്ങൾ സമർപ്പിക്കാനാണ് ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ അതിനുവേണ്ടി ഒന്നുകൂടി സ്കൂൾ മാനേജ്മെൻറ്റ് അവരുമായിട്ട്, കുട്ടിയുടെ പിതാവുമായിട്ട് ചർച്ച നടത്തുന്നുണ്ട്. അങ്ങനെയെങ്കിൽ അതേ നിലപാട് തന്നെ തുടരുകയാണെങ്കിൽ ഈ വിഷയം അവിടെ അവസാനിക്കുകയാണ്. മാത്രമല്ല, തുടക്കത്തിലുണ്ടായിരുന്ന ഒരു ആക്ഷേപം ഇത് പുറമേ നിന്ന് ചിലർ ഇടപെടുന്നു എന്നതാണ്. തുടക്കത്തിൽ ആദ്യഘട്ടത്തിൽ പിതാവ് സമ്മതത്തിലേക്ക് വന്നെങ്കിലും രണ്ടാം ദിവസം കൂടുതൽ പേർ ഇതിനെതിരെ സംസാരിക്കാൻ വന്നുവെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആ ഒരു രീതി തന്നെ ഇനിയും അനുവർത്തിക്കുമോ എന്നതാണ് സ്കൂൾ മാനേജ്മെൻറ്റ് നോക്കുന്നത്. അതോ കുട്ടിയുടെ പിതാവ് കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ തങ്ങൾ സ്കൂൾ മാനേജ്മെൻറ്റ് പറയുന്ന രീതിയിൽ പോകാൻ തയ്യാറാണ് എന്ന രീതിയിൽ സ്റ്റേറ്റ്മെൻറ്റ് നൽകുകയാണെങ്കിൽ അത് അവസാനിക്കുകയും ചെയ്യും. അങ്ങനെയെങ്കിൽ അത് വിദ്യാഭ്യാസ വകുപ്പിനെ സമർപ്പിക്കുകയും ചെയ്യും. മറ്റൊന്ന്, NOC സംബന്ധമായ കാര്യങ്ങളിൽ മന്ത്രി നടത്തിയ ഒരു പരാമർശങ്ങൾ, അത്തരമൊരു പ്രസ്താവന അത് ആ രീതിയിലൊരു ഭീഷണിയുടെ ശബ്ദമാണെന്ന് സ്കൂൾ മാനേജ്മെൻറ്റ് സൂചിപ്പിക്കുന്നു. അവർ അഭിഭാഷകർ സംസാരിച്ചത് ഈ രീതിയിലല്ല സംസാരിക്കേണ്ടത്, അതിൻ്റെ രീതികൾ, നിയമങ്ങളടക്കം തന്നെ മാറ്റപ്പെടുകയും ചെയ്തിരിക്കുന്നു. അതിൻ്റെ NOC പുതുക്കുന്നത് സംബന്ധിച്ച് ചില ചട്ടങ്ങളുണ്ട്. അത് സംസ്ഥാനത്തിൻ്റെ നിയമങ്ങൾ ചോദ്യം ചെയ്യപ്പെടുകയോ സ്കൂൾ മാനേജ്മെൻറ്റ് കെടുകാര്യസ്ഥ സംബന്ധിയായ കാര്യങ്ങൾ ആക്ഷേപമുണ്ടാവുകയോ ചെയ്യുന്ന സമയത്താണ് ഈ NOC സംബന്ധിച്ച് സർക്കാരിന് ഇടപെടാവുന്ന രീതികളുള്ളത്. അപ്പോൾ അത്തരം കാര്യങ്ങളൊന്നും ഇവിടെ നടന്നിട്ടില്ല എന്നവർ മന്ത്രിയെ ഓർമ്മിപ്പിക്കുകയും ചെയ്യുകയാണ്. നിലവിൽ ഇപ്പോൾ സ്കൂൾ മാനേജ്മെൻറ്റ് ഈ കുട്ടിയുടെ പിതാവുമായിട്ട് സംസാരിക്കുക എന്ന രീതിയിലാണ്. അത് വരും ദിവസങ്ങളിൽ ഉണ്ടാകും. ഇന്നലെ കുട്ടിയുടെ പിതാവ് ഇതിൽ അകത്തിൽ നിന്ന് പിന്മാറാൻ, അതായത് ഹിജാബ് ധരിക്കാതെ കുട്ടി വരാൻ തയ്യാറാണ്, യൂണിഫോം ബൈലോ അനുസരിക്കാൻ തയ്യാറാണ് എന്നൊരു നിലപാടിലേക്ക് എത്തിയിരുന്നു. ആ നിലപാടിലേക്ക് വരും. ആ തരത്തിലൊരു ചർച്ച നടന്ന് ഈ പ്രശ്നം ഇതിനകത്ത് പരിഹരിക്കാം, അങ്ങനെയാണോ സ്കൂൾ അധികൃതർ കണക്കാക്കുന്നത്? അങ്ങനെയാണെങ്കിൽ കുട്ടിയുടെ രക്ഷിതാക്കളുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും പ്രതികരണമുണ്ടോ? വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞതനുസരിച്ചും ഒരു വശത്ത് SDPI ഇത് എല്ലാ സ്കൂളുകളിലും നിർബന്ധമാക്കണം ഹിജാബ് എന്നതടക്കമുള്ള ആവശ്യങ്ങളൊക്കെ ഉന്നയിക്കുമ്പോൾ ഈ കുട്ടിയുടെ രക്ഷിതാക്കൾ ഇപ്പോൾ എടുത്തിരിക്കുന്ന നിലപാട് എന്താണ്? അത് സ്കൂൾ പറയുന്നതനുസരിച്ച് നിൽക്കാം എന്നുള്ളൊരു നിലപാടിൽ തന്നെയാണോ? നിലവിൽ അറിയാൻ കഴിയുന്ന സ്കൂൾ മാനേജ്മെൻറ്റുമായി അവർ സംസാരിക്കാം എന്ന രീതിയിലാണ് അറിയിച്ചിരിക്കുന്നത്. അവരുമായി ബന്ധപ്പെടുമ്പോൾ തങ്ങൾ മാനേജ്മെൻറ്റുമായി സംസാരിക്കാം. ഇന്നലെയും ഇതുമായി ബന്ധപ്പെട്ട് സംസാരിക്കുമ്പോൾ അത് തന്നെയാണ്, ഞങ്ങൾ സ്കൂൾ അധികൃതരുമായി സംസാരിക്കുന്നുണ്ട് എന്നതാണ്. ഇന്നലെ വൈകിട്ട് സംസാരിച്ച ആ രീതിയിൽ തന്നെയാണ് അവരുടെ നിലപാടെന്ന് തന്നെയാണ് അറിയാനായിട്ട് സാധിക്കുന്നത്. വലിയ വിവാദങ്ങളിലേക്ക് പോകാനോ തങ്ങളുടെ കുട്ടിയെ ഒരു വിവാദത്തിലേക്ക് കൊണ്ടെത്തിക്കാനോ അവർക്ക് താല്പര്യമില്ല. അവരുടെ അധ്യയനം തുടരട്ടെ എന്ന രീതിയിലാണ് കഴിഞ്ഞ ദിവസങ്ങൾ അവർ പറഞ്ഞത്. അതേ നിലപാട് തന്നെയാണ് അവർ എത്തി നിൽക്കുന്നത് എന്ന് തന്നെയാണ് സ്കൂൾ മാനേജ്മെൻറ്റിനകത്തു നിന്ന് തന്നെ അറിയാനായിട്ട് സാധിക്കുന്നത്. വൈകാതെ ഒരുപാട് സമ്മർദ്ദത്തിന് അടിപ്പെടാതെ തന്നെ അവർ സംസാരിക്കാനും അടക്കമുള്ള കാര്യങ്ങളിലേക്കാണ് സ്കൂൾ മാനേജ്മെൻറ്റ് ശ്രദ്ധിക്കുന്നത്. 2 ദിവസം അടച്ചിട്ടതിന് ശേഷം ഇന്നാണ് സ്കൂൾ വീണ്ടും തുറന്ന് പ്രവർത്തിച്ചത്. അതിൽ സാധാരണ രീതിയിൽ തന്നെ അധ്യയനം നടക്കുകയും ചെയ്തു. സ്കൂളിനെ പോലീസ് കാവൽ ഏർപ്പെടുത്തിയിട്ടുണ്ട്. കോടതി നിർദ്ദേശപ്രകാരം അത്തരം കാവലടക്കമുള്ള കാര്യങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. വലിയ പ്രതിഷേധങ്ങളോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇവിടെ ഉണ്ടായിരുന്നില്ല. സാധാരണ നിലയിലേക്ക് സ്കൂൾ മടങ്ങിപ്പോകുന്നുവെന്ന് അധികൃതർ പറയുന്നു. ഉണ്ടായ വിവാദം അത് സ്കൂൾ ആ കുട്ടിയുടെ പിതാവുമായിട്ട് തന്നെ സംസാരിച്ച് നേരിട്ട് വ്യക്തമാണ്. സ്കൂൾ കോമ്പൗണ്ടിനകത്ത് പ്രശ്നം പരിഹരിക്കാമെന്ന് സ്കൂൾ അധികൃതരുടെ ഒരു പ്രതീക്ഷ കുട്ടിയുടെ രക്ഷിതാവുമായി സംസാരിച്ച്. പക്ഷേ വിദ്യാഭ്യാസ മന്ത്രിയുടെ പ്രസ്താവന പിന്നെയും വിവാദം ബാക്കി നിർത്തുന്നു. കിരൺ ബാബു നമുക്കൊപ്പം ചേരുന്നു. കിരൺ, ഈ പ്രശ്നം സ്കൂളിനകത്ത് പരിഹരിക്കും
പാലിക്കപ്പെട്ടു എന്ന് കരുതിയപ്പോൾ ഉണ്ടായ മന്ത്രിയുടെ വാർത്താക്കുറിപ്പ്, ഈ സർക്കുലർ കം ഉത്തരവ് അത് പിൻവലിച്ചിട്ടുണ്ടോ എന്നുള്ളതിൽ വ്യക്തതയില്ലായ്മ ഒരു വശത്ത്, ഇത് ആയുധമാക്കിക്കൊണ്ടുള്ള SDP-യുടെ ആവശ്യം, ഇതിനെല്ലാം വിമർശിച്ചുകൊണ്ട് BJP രംഗത്ത് വന്നിരിക്കുന്നത് മറ്റൊരു തരത്തിലേക്ക്. ഈ സ്കൂളിനകത്ത് ഹിജാബ് വിഷയം പരിഹരിച്ചാലും പരിഹരിച്ചില്ലെങ്കിലും പുറത്ത് ഈ വിവാദം അവസാനിക്കാത്ത രീതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു. ഇന്ന് വാർത്താ സമ്മേളനത്തിൽ മന്ത്രി ശിവൻകുട്ടി ആ ആശയക്കുഴപ്പങ്ങൾ പരിഹരിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ പറഞ്ഞു, അതോ അദ്ദേഹം വീണ്ടും പറഞ്ഞ ചില വാക്കുകൾ, ഈ NOC നൽകുന്ന അടക്കമുള്ള കാര്യങ്ങൾ വീണ്ടും പ്രകോപനപരമായ ഒരു വിഷയത്തിലേക്ക് കാര്യങ്ങളെ കൊണ്ടെത്തിക്കുകയാണോ ചെയ്തിരിക്കുന്നത്? അപർണ, ഇപ്പോൾ യഥാർത്ഥത്തിൽ പ്രകോപനപരമായ ഒരു അവസ്ഥയിലാണ് വിഷയങ്ങൾ നിൽക്കുന്നത്. ഒരു സ്കൂൾ മാനേജ്മെന്റ് തുറന്നു തന്നെ സർക്കാരിനെ വെല്ലുവിളിക്കുകയാണ്. സർക്കാരിന്റെ ആ ഭീഷണി ഞങ്ങളോട് വേണ്ട എന്ന് തന്നെയാണ് സ്കൂൾ മാനേജ്മെന്റ് പറയുന്നത്. മന്ത്രി വാർത്താ സമ്മേളനം നടത്തുമ്പോൾ ഇന്നലെ തുടക്കത്തിലെടുത്ത നിലപാടിലേക്ക് തന്നെ ഇന്നലെ അതിനുശേഷം പിന്നീട് നിലപാട് ശക്തിപ്പെടുത്തിയിരുന്നു. ഹിജാബ് ധരിച്ച് തന്നെ പോകാൻ കുട്ടിയെ അനുവദിക്കണം, അതിന്റെ നിറം നിശ്ചയിക്കാം സ്കൂളിന്, അല്ലെങ്കിൽ അതിന്റെ രൂപം നിശ്ചയിക്കാം എന്നാണ് പറഞ്ഞിരുന്നത്. അതിൽ നിന്ന് നിലപാട് പൂർണ്ണമായും മാറ്റി. അങ്ങനെ അവിടെ പരിഹരിക്കപ്പെട്ടെങ്കിൽ, രക്ഷാകർത്താവിന് മറിച്ചൊരു അഭിപ്രായമുണ്ട്, പരിഹരിക്കപ്പെട്ടെങ്കിൽ അങ്ങനെ പോട്ടെ, അതിലേക്ക് പോകേണ്ടതില്ല എന്നുള്ള തരത്തിലേക്ക് പൂർണ്ണമായും നിലപാട് മാറ്റി മയപ്പെടുത്തുന്ന ഒരു നിലപാടിലാണ് വാർത്താ സമ്മേളനത്തിൽ അവതരിപ്പിച്ചത്. പക്ഷേ അദ്ദേഹം അതിനിടയ്ക്ക് പറഞ്ഞൊരു പ്രധാനപ്പെട്ട വിഷയം, തുടക്കത്തിൽ DDയുടെ റിപ്പോർട്ട് ചൂണ്ടിക്കാണിച്ചിരുന്നു. സ്കൂളിന്റെ ഭാഗത്തുനിന്നുള്ള വീഴ്ചകളൊക്കെ ആ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. പിന്നീടാണ് അദ്ദേഹത്തിന് അഭിപ്രായങ്ങൾ പറഞ്ഞത്. അതിന്റെ കൂട്ടത്തിൽ അദ്ദേഹം പറഞ്ഞത് NOC നൽകേണ്ടത് സംസ്ഥാന സർക്കാരാണ്, അത് കൂടി ആലോചിച്ച് വേണം സ്കൂൾ തീരുമാനമെടുക്കാൻ എന്നുള്ളത്. അങ്ങനെ പറഞ്ഞാൽ സ്വാഭാവികമായും NOC റദ്ദാക്കാനടക്കമുള്ള അവകാശങ്ങൾ സ്കൂളിനുണ്ട്, സർക്കാരിനുണ്ട്. അത്തരം ഒരു കാര്യത്തിലേക്കൊന്നും സർക്കാരിനെ നീങ്ങാൻ ഒരു മുന്നറിയിപ്പോ ഭീഷണിയോ ഒക്കെ വേണമെങ്കിൽ അതിനെ വ്യാഖ്യാനിക്കാവുന്ന ഒരു സ്വരം തന്നെയാണ്. തൊട്ടു പിന്നാലെ തന്നെയാണ് സ്കൂൾ മാനേജ്മെന്റ് ഭാഗത്തു നിന്നും ഒരു ഭീഷണിയുടെ സ്വരത്തിൽ തന്നെ പറയുന്നത്, അങ്ങനെ സർക്കാരിന് ഞങ്ങളുടെ NOC ഒന്നും പിൻവലിക്കാൻ കഴിയില്ല, അതിന് കൃത്യമായ വ്യവസ്ഥകളുണ്ട്, ആ വ്യവസ്ഥകളെല്ലാം പാലിച്ചു തന്നെയാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. CBSEയുടെ 2025-24 വ്യവസ്ഥ അനുസരിച്ച് സംസ്ഥാന സർക്കാരിന്റെ NOC ആവശ്യമില്ല എന്നതുകൂടി പറയുന്നു. അപ്പോൾ സർക്കാരുമായി ഒരു തുറന്ന ഏറ്റുമുട്ടൽ, എന്തുകൊണ്ടാവും അങ്ങനെ ഒരു സ്കൂൾ ഏറ്റുമുട്ടലിന് പോയത് എന്നതുകൂടി നമ്മൾ കണക്കാക്കണം. സ്കൂളിനെ സംബന്ധിച്ചുള്ള പ്രധാനപ്പെട്ട ബലം എന്ന് പറയുന്നത് 2018 കേരള ഹൈക്കോടതിയുടെ വിധിയാണ്. സ്കൂളിന്റെ യൂണിഫോം അവിടെ ബാധകമാണ്, അവിടെ യൂണിഫോം ബാധകമാക്കാം എന്നുള്ള വിധിയാണ്. മറ്റൊന്ന്, ഇത് ഈ സ്കൂൾ മാനേജ്മെന്റിയോ അല്ലെങ്കിൽ ലത്തീൻ സഭയുടെ മാത്രമല്ല, ക്രൈസ്തവ സഭകളുടെ ആകെ ഒരു പിന്തുണ ഈ സ്കൂളിന് ലഭിക്കുന്നു. ഇന്ന് തന്നെ ദീപികയുടെ മുഖപത്രമടക്കമുള്ള പ്രധാനപ്പെട്ട സഭാ നേതാക്കളുടെയൊക്കെ പ്രതികരണത്തിൽ നിന്ന് അത് വളരെ വ്യക്തമാണ്. ഇത് സഭയ്ക്ക് നേരെയുള്ള ഒരു ആക്രമണമായി അല്ലെങ്കിൽ സഭയ്ക്ക് നേരെയുള്ള ഒരു വെല്ലുവിളിയായി കണ്ടുകൊണ്ട് സഭ അങ്ങനെ ഒന്നിച്ചു നിന്നുകൊണ്ട് അത്തരം ഒരു നിലപാട് സ്വീകരിക്കുന്നു. അതാണ് രണ്ടാമത്തെ ഘടകം. മൂന്നാമത്തെ മറ്റു ഘടകം, കേന്ദ്രം ഭരിക്കുന്ന BJPയുടെ ഭാഗത്തു നിന്നുണ്ടായ ഒരു വലിയ പിന്തുണയാണ്. ഈ വിഷയത്തിൽ പൂർണ്ണമായും ഈ മാനേജ്മെന്റിനൊപ്പം നിൽക്കുക, അല്ലെങ്കിൽ ആ നിലപാടിനൊപ്പം നിൽക്കുക, ദേശീയ തലത്തിലടക്കം അത് BJP ചർച്ചയാക്കുക. ഇങ്ങനെ 3 ഘടകങ്ങൾ വന്നതുകൊണ്ട് കൂടിയാണ് സ്കൂൾ മാനേജ്മെന്റ് തുറന്ന് സർക്കാരുമായി ഒരു വെല്ലുവിളിയുടെ സ്വരത്തിലേക്ക് സംസാരിക്കാനായി മാറിയത്. പ്രശ്നം പരിഹരിക്കുക എന്നതിനപ്പുറത്തേക്ക് നാളെ ഇനി ഈ കുട്ടി ഹിജാബ് ധരിച്ചുകൊണ്ട് വന്നു കഴിഞ്ഞാൽ സ്കൂൾ മാനേജ്മെന്റ് കയറ്റില്ല എന്നും സർക്കാർ അങ്ങനെ ആയാലും കയറ്റണം എന്ന് പറഞ്ഞപ്പോൾ സർക്കാർ നിലപാട് സ്വീകരിക്കേണ്ടി വരും, സർക്കാർ വെട്ടിലാവുന്ന ഒരു നിലപാടിലേക്കൊക്കെ വരും. അത്തരം ഒരു പൊളിറ്റിക്സ് കൂടി വളരെ കൃത്യമായി മാനേജ്മെന്റോ അല്ലെങ്കിൽ മാനേജ്മെന്റിനെ നിയന്ത്രിക്കുന്നവരോ കാണുന്നുണ്ട്. കാരണം ഒരു ഭാഗത്ത് നിന്ന് ഇങ്ങനെ ഹിജാബ് ധരിച്ചുകൊണ്ട് കുട്ടികൾക്ക് പഠനാവസരം നൽകണം എന്നൊരു സർക്കുലർ വേണം എന്നാവശ്യപ്പെട്ടിരിക്കുന്നത് SDP പോലെ ഒരു സംഘടനയാണ്. അങ്ങനെ ആ ഒരു സംഘടനയുടെ ആവശ്യം അംഗീകരിച്ചു കഴിഞ്ഞാൽ കേരളീയ സമൂഹത്തിലുണ്ടായ സർക്കാരുണ്ടാക്കാൻ പോകുന്ന രാഷ്ട്രീയമായ തിരിച്ചടികൾ ഇതൊക്കെ കൃത്യമായിട്ട് അറിയാം. മറുഭാഗത്ത് BJP നിന്നും സമാനമായ രീതിയിൽ ഈ വിഷയം ആളിക്കത്തിക്കാൻ വേണ്ടിയുള്ള ശ്രമം മറുഭാഗത്തുണ്ടാകുന്നു. അപ്പോൾ സർക്കാർ യഥാർത്ഥത്തിൽ ഒരു രാഷ്ട്രീയമായി ഒരു വെട്ടിലായി നിൽക്കുന്ന ഒരു അവസ്ഥയാണ്. ഇതുകൂടി കണക്കാക്കിയാണ് അത്തരം മൂവ് നടത്തിയത്. ഇനി സർക്കാരിനെ സംബന്ധിച്ച് സർക്കാർ ഇന്നലെ രാത്രിയിലെടുത്ത തീരുമാനത്തിൽ നിന്ന് അല്ലെങ്കിൽ അത്തരം നിലപാടിൽ നിന്ന് ഇന്ന് രാവിലെ ഒരു പരിധിവരെ പിന്നാക്കം പോകുന്നതിൽ മയപ്പെടുത്തുന്നു എന്നുള്ളതാണ്. നിലപാടൊക്കെ ഏകദേശം ഒന്ന് തന്നെ, അത് എങ്ങനെ പറയണം എന്നുള്ളതിനെ അടിസ്ഥാനപ്പെടുത്തി കൂടിയാണ്. അത് ഉച്ചയ്ക്ക് മന്ത്രി വാർത്താ സമ്മേളനം നടത്തുമ്പോൾ അതിനേക്കാളും മയപ്പെടുത്തി പ്രശ്നം പരിഹരിച്ചു പോട്ടെ, ഞങ്ങളൊരു നിർദ്ദേശം മാത്രമാണ് വെച്ചത്, ഹിജാബ് ധരിക്കണം, അങ്ങനെ ഒരു സർക്കുലർ എന്ന് പറയുമ്പോൾ പല സ്ഥലങ്ങളിലും പരിഹരിക്കുന്ന അങ്ങനെയാണ്. പൊതുവെ കേരളത്തിലെ പല സ്ഥലങ്ങളിലും സ്കൂളുകളിൽ തർക്കമുണ്ടാകുമ്പോൾ അവിടുത്തെ ഒരു PT ഇടപെട്ട് എന്തെങ്കിലും ഒരു ചെറിയ പരിഹാരം ഉണ്ടാക്കുക, അത് ആ പരിഹാരത്തിലേക്ക് പോകുക, അതിന് വലിയൊരു തർക്കമാക്കിയൊന്നും മാറ്റേണ്ടല്ല, അങ്ങനെ പരിഹരിക്കാവുന്ന ഒരു ചെറിയ വിഷയം മാത്രമാണ്. ആ തരത്തിലേക്കൊക്കെ മാറിയെങ്കിലും അതിൽ പറഞ്ഞ ഒരു വാചകത്തെ കൃത്യമായി എടുത്തുകൊണ്ടാണ് എത്ര വെല്ലുവിളി സ്വരം ഉയർത്തിയത്. ഇനിയും സ്വാഭാവികമായും ഇത്തരം സംഘടനകളൊക്കെ ഇതിന് പിന്നിൽ നിന്ന് പ്രവർത്തിക്കാനും ഇത് അത്തരത്തിലേക്കൊക്കെ മാറാനുള്ള സാധ്യത ഇപ്പോഴും നിലനിൽക്കുന്നു എന്നുള്ള ഒരു ഗൗരവമായ വിഷയം കൂടിയാണ് ഇത്. തീർച്ചയായിട്ടും മന്ത്രിയുടെ പ്രസ്താവന കൊണ്ട് അവസാനിക്കുന്നില്ല. ഇതിൽ എല്ലാ സ്കൂളുകളിലും ഹിജാബ് അനുവദിക്കണമെന്നുള്ള ഒരു ആവശ്യവുമായി SDP രംഗത്തെത്തിയതോടെ ഇത് ഏത് തലത്തിലേക്കാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്നുള്ള വലിയ ചോദ്യം ബാക്കിയാവുന്നു. ഹിജാബ് വിവാദം രാഷ്ട്രീയ ലക്ഷ്യത്തോടെയാണെന്ന് BJP സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ പ്രതികരിക്കുകയും ചെയ്തു. സർക്കാർ വർഗീയ ശക്തികൾക്ക് വഴങ്ങിയെന്നും രാജീവ് ചന്ദ്രശേഖർ ആരോപിച്ചു. For a school that has a uniform policy, that has followed that uniform policy all these years, to suddenly make way for this because one particular segment of a community suddenly woke up one day and decided to do so. This is all political posturing, and this is being backed by forces that are in a sense
embedded now in the Congress party and the CPM. മന്ത്രി സജി ചെറിയാനെയും AK ബാലനെയും പരസ്യമായി വിമർശിച്ച് CPM നേതാവ് മുൻ മന്ത്രി ജി സുധാകരൻ. തന്നെ ഉപദേശിക്കാനുള്ള പ്രായമോ പക്വതയോ പ്രത്യയശാസ്ത്ര ബോധമോ സജി ചെറിയാനില്ലെന്നും AK ബാലൻ ആലപ്പുഴയിൽ നടക്കുന്ന പൊളിറ്റിക്കൽ ക്രിമിനലിസത്തിനെതിരെ ഒരു വാക്ക് മിണ്ടിയിട്ടില്ലെന്നും സുധാകരൻ തുറന്നടിച്ചു. ആലപ്പുഴയിലെ പാർട്ടി നശിക്കരുതെന്ന് തനിക്കും ആഗ്രഹമുണ്ടെന്നും പാർട്ടിക്കുള്ളിൽ നിന്നിട്ട് നയങ്ങൾക്കെതിരെ പ്രവർത്തിക്കുന്നവർക്കെതിരെയാണ് തന്നെ വിമർശനമെന്നും ജി സുധാകരൻ പറഞ്ഞു. എന്നെ ഉപദേശിക്കാനുള്ള അർഹതയോ അതിനുള്ള പ്രായമോ അതിനുള്ള എന്താ പറയുക പ്രത്യയശാസ്ത്രബോധമോ ഒന്നും അദ്ദേഹത്തിന് ഉണ്ടെന്ന് അദ്ദേഹം കരുതുന്നുണ്ടെങ്കിൽ ജനം അങ്ങനെ കരുതുന്നില്ല. ഞങ്ങളെ രണ്ടുപേരെയും പറ്റി നിങ്ങൾ ജനങ്ങളുടെ ഒരു പഠനം നടത്തുക. അതുപോലെ ഞാൻ SFIയുടെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്നപ്പോൾ ഫ്രണ്ടൻ കോളേജിലെ ഒരു യൂണിറ്റ് നേതാവായിരുന്ന പ്രതിനിധിയായി സംസ്ഥാന സമ്മേളനത്തിൽ SFI സംസ്ഥാന സമ്മേളനത്തിൽ പങ്കെടുത്ത ആളാണ് AK ബാലൻ. അദ്ദേഹം ഇന്ന് പറഞ്ഞിരിക്കുന്നു, അത് മനോരമയിലാണ്. അദ്ദേഹത്തിന് എന്ത് കാര്യമാണ് അദ്ദേഹമല്ല ഞാൻ പറഞ്ഞു. അദ്ദേഹം എന്താ പറഞ്ഞിരിക്കുന്നത്? അദ്ദേഹം 72 കൂടി SFIയുടെ സംസ്ഥാന സമ്മേളനത്തിലെ കാര്യമൊക്കെ എപ്പോഴും പറയുന്നത്. അന്ന് അദ്ദേഹത്തെ ഞാൻ വിമർശിച്ചു. കാരണം എന്നെ വിമർശിച്ചതിന് പിന്നെ എന്നെ ഞാൻ വിമർശിക്കത്തില്ലേ? ആലോചിച്ച് നോക്കും. ഞാൻ സ്റ്റേറ്റ് സെക്രട്ടറി ആയിരിക്കുമ്പോൾ അദ്ദേഹം പ്രതിനിധിയായി ചർച്ചയിൽ പങ്കെടുക്കുക എന്ന് വെച്ചാൽ സംസ്ഥാന കമ്മിറ്റി ഇല്ലെന്നല്ലേ എൻ്റെ അർത്ഥം. അതിന് സംസ്ഥാന കമ്മിറ്റി ഒന്ന് മാറ്റി. ആര് മാറ്റി? എടുത്തില്ല എന്ന് പറയണം. ഇങ്ങനെയുള്ള തെറ്റായ വിമർശനം നടത്തിയതുകൊണ്ട് പാർട്ടി അന്നത്തെ സംസ്ഥാന സെക്രട്ടറി CH കണ്ണാനോട് വന്നിരുന്നിട്ടാണ് ബാലനെ എടുക്കുന്നില്ല ആരോ പറഞ്ഞപ്പോൾ വേണ്ടെന്ന് പറഞ്ഞു. പിന്നെ അദ്ദേഹം സംസ്ഥാന പ്രസിഡന്റ് സെക്രട്ടറിയൊക്കെ ആയില്ലേ, കേന്ദ്ര കമ്മിറ്റി മെമ്പറായില്ലേ, സംസ്ഥാന സെക്രട്ടേറിയറ്റ് മെമ്പറായില്ലേ. ഞാൻ ആ പോസ്റ്റിലൊന്നും എഴുതുന്നില്ലല്ലോ. ജി സുധാകരനെ തള്ളിയും സൈബർ ആക്രമണങ്ങളെ ന്യായീകരിച്ചും CPM ജില്ലാ സെക്രട്ടറി R നാസറിന്റെ പ്രതികരണം. സുധാകരന്റെ പ്രകോപനത്തെ തുടർന്നാണ് സഖാക്കളുടെ പ്രതികരണം. KPCC പരിപാടിയിൽ പങ്കെടുത്ത് സർക്കാരിനെ വിമർശിക്കുന്നത് വളരെ മോശമാണെന്നും R നാസർ ന്യൂസ് 8നോട് പ്രതികരിച്ചു. നേരത്തെ മന്ത്രി സജി ചെറിയാനും AK ബാലനുമെതിരെ സുധാകരൻ രൂക്ഷമായ വിമർശനങ്ങൾ ഉന്നയിച്ച് രംഗത്തെത്തിയതിന് പിന്നാലെയാണ് ജില്ലാ സെക്രട്ടറിയുടെ മറുപടി. ജി സുധാകരൻ സാവിനെതിരായിട്ട് നേരത്തെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഒന്നുണ്ട്. അപ്പം പാർട്ടി സഹാക്കൾ തന്നെയായിരുന്നു. അപ്പം അവരോട് നമ്മൾ വിശദീകരണം ചോദിക്കുകയും അവർ ചെയ്ത് തെറ്റായിപ്പോയി എന്ന് അംഗീകരിക്കുകയും അവർ തിരുത്തുകയും ചെയ്തു. പക്ഷെ അത് വന്നപ്പോൾ ഇതെന്ന് വെച്ചാൽ ഒരു KPCCയുടെ സാംസ്കാരിക വേദിയിൽ പോവുക, അവിടെ വെച്ചിട്ട് ഗവൺമെൻറ്റിനെതിരായിട്ട് ഒരു പ്രതികരണം നടത്തുക എന്നൊക്കെ പറയാൻ അത് ഒരു മോശപ്പെട്ട കാര്യമായിട്ടാണ് നമ്മുടെ മറ്റ് പൊതുസമൂഹവും മറ്റ് നമ്മുടെ സഹാക്കളും എല്ലാം കാണുന്നത്. അതിൻ്റെ ഒരു പ്രതികരണമാണ് അവിടെ വന്നത്. അങ്ങനെയാണെങ്കിൽ തന്നെ അത് പാടില്ല എന്ന രൂപത്തിൽ നമ്മളോട് പറഞ്ഞു. ആ രൂപത്തിൽ കാണും. അപ്പോൾ സുധാകരൻ സാഹിബിൻ്റെ ഇങ്ങനെയുള്ള ചില പ്രശ്നങ്ങൾ വരുമ്പോഴാണ് ഇങ്ങനെയുള്ള പ്രതികരണം വരുന്നത്. സുധാകരൻ ഒരിക്കലും ചെയ്യാൻ പോണില്ല. ജി സുധാകരൻ സാഹിബിനെ കുറിച്ച് അറിയാൻ പറ്റാത്തതുകൊണ്ട് അങ്ങനെയൊന്നും അദ്ദേഹം സ്വതന്ത്രമായിട്ട് മത്സരിക്കുകയോ അങ്ങനെയുള്ള യാതൊരു കാര്യങ്ങളിലേക്ക് പോകില്ല. പാർട്ടിക്കെതിരായിട്ടോ പാർട്ടിക്ക് സമീപനക്കെതിരായിട്ടോ പാർട്ടിയുടെ രാഷ്ട്രീയ സമീപനത്തിനായിട്ടോ ഒരു നിലപാടും അദ്ദേഹം സ്വീകരിക്കുകയില്ല. ശരണ്യ സ്നേഹജൻ വിവരങ്ങളുമായി ചേർന്നു. ശരണ്യ, തെരഞ്ഞെടുപ്പ് അടുത്തു വരുമ്പോൾ ഒരുപക്ഷെ ഇതിലും കൂടുതൽ ശക്തമായിട്ടുള്ള പ്രതികരണങ്ങൾ ഇരു ഭാഗങ്ങളിൽ നിന്നും ഉണ്ടാകാനുള്ള ഒരു സാധ്യത. ജി സുധാകരനുമായി സംസാരിക്കും, അത് മയപ്പെടുത്തും, അങ്ങനെ ആ പ്രശ്നങ്ങൾ പരിഹരിക്കുമെന്നൊക്കെ സജി ചെറിയാൻ അടക്കമുള്ളവർ പലപ്പോഴും പറഞ്ഞിട്ടുണ്ടെങ്കിലും അതിന് അനുകൂലമായിട്ടുള്ള കാര്യങ്ങളല്ല നടക്കുന്നത്. സ്വാഭാവികമായിട്ടും പാർട്ടി കരുതുന്നത് ഇത് ആലപ്പുഴയ്ക്കകത്ത് തന്നെ ഈ രീതിയിലുള്ള പരസ്യ പ്രതികരണങ്ങൾ ഇനിയും വന്നുകൊള്ളട്ടെ എന്നുള്ളതാണോ, അതോ ഒരു സമവായത്തിലേക്ക് പോകാനുള്ള എന്തെങ്കിലും സാധ്യതയുണ്ടോ? ഇതൊരു പരസ്യ പോരിലേക്കാണ് പോകുന്നതെന്ന് തന്നെ അപർണ നമുക്ക് പറയാം. കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായ സംഭവങ്ങൾ അങ്ങനെ തന്നെ ആണ് എന്നുള്ളതാണ്. അതായത് കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി ജി സുധാകരനെതിരെ വലിയ സൈബർ ആക്രമണം ഇടത് കോളങ്ങളിൽ ഉണ്ടാകുന്നുണ്ട് എന്നുള്ളതാണ്. ആ ഒരു സൈബർ ആക്രമണം ഉണ്ടാകുന്ന ഒരു പശ്ചാത്തലത്തിൽ അതിനെ പ്രതിരോധിക്കുന്ന രീതിയിലുള്ള ഒരു നടപടി പ്രത്യേകിച്ച് CPMന്റെ ജില്ലാ നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ KPCCയുടെ പരിപാടിയിൽ അദ്ദേഹം പങ്കെടുത്ത ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, അവിടെ സർക്കാരിനെതിരെയുള്ള സ്വർണ്ണപ്പാളി വിവാദമടക്കമുള്ള വിഷയങ്ങൾ, ശബരിമല വിഷയങ്ങൾ ഉൾപ്പെടെ ഉന്നയിച്ച വിമർശനങ്ങളൊക്കെ വലിയ തോതിൽ പിന്നീട് സൈബർ പോരാളികൾ, സൈബർ സഖാക്കൾ അത് ഏറ്റെടുക്കുകയും അതിന്റെ പേരിൽ വലിയ വിമർശനം ജി സുധാകരന്റെ പേരിൽ അവർ ഉന്നയിക്കുകയും ചെയ്തിരുന്നു. ആ ഒരു വിഷയത്തിനകത്ത് കഴിഞ്ഞ ദിവസം ജി സുധാകരൻ പരസ്യമായ അദ്ദേഹത്തിന്റെ അവമതിപ്പും അദ്ദേഹത്തിന് അതുകൊണ്ടുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളും അദ്ദേഹം വ്യക്തമാക്കി. അതിൽ അദ്ദേഹം പ്രധാനമായി പറഞ്ഞത് ജില്ലയിൽ നിന്നുള്ള ഒരു സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമുണ്ട്, ഒപ്പം തന്നെ
കേന്ദ്ര കമ്മിറ്റി അംഗമുണ്ട്, CS സുജാത, ഒപ്പം തന്നെ സജി ചെറിയാൻ എന്നിവരുടെ പേരുകൾ എടുത്തു പറഞ്ഞാണ് അദ്ദേഹം പറഞ്ഞത്. അവരൊക്കെയാണ് ഈ പാർട്ടിയെ ഇപ്പോൾ ജില്ലയിൽ നയിക്കുന്നത്. പക്ഷേ ഇങ്ങനെ ഒരു വിഷയം തനിക്കെതിരെ ഉണ്ടായിട്ട് ഒരു നടപടി എടുക്കാൻ അവരാരും ഇതിന് മുൻകൈ എടുക്കുന്നില്ല എന്നതടക്കമുള്ള വിമർശനം അദ്ദേഹം ഉന്നയിച്ചിരുന്നു. പിന്നാലെ സജി ചെറിയാനും G സുധാകരനെതിരെ വിമർശനം ഉന്നയിച്ചു. അദ്ദേഹം പാർട്ടിയോട് ചേർന്ന് പോകണം, സൈബർ ആക്രമണം ഉണ്ടെങ്കിൽ ആ വിഷയങ്ങൾ പരിഹരിക്കും എന്നുള്ളതാണ് വ്യക്തമാക്കിയത്. എന്നാൽ ഈ സൈബർ ആക്രമണങ്ങൾ നടത്തുന്നത് G സുധാകരൻ പറഞ്ഞതനുസരിച്ചാണെങ്കിൽ അമ്പലപ്പുഴയിലെ ജനപ്രതിനിധിയെ, ജില്ലയിലെ തന്നെ CPM നേതാവായ അമ്പലപ്പുഴയിലെ ജനപ്രതിനിധിയെ കേന്ദ്രീകരിച്ചാണ് ഇത്തരത്തിലൊരു സൈബർ ആക്രമണം തനിക്കെതിരെ നടക്കുന്നത് എന്നുള്ളതാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. എന്നാൽ അതിനെ പൂർണ്ണമായി തള്ളുകയാണ് R നാസർ ഇപ്പോൾ ചെയ്തിട്ടുള്ളത്. മാത്രമല്ല, സൈബർ ആക്രമണം നടന്നത് അത് സൈബർ ആക്രമണം നടത്തിയവരെ ന്യായീകരിക്കുന്ന രീതിയിലുള്ള ഒരു വാക്കുകളായിരുന്നു ജില്ലാ സെക്രട്ടറിയുടെ ഭാഗത്ത് നിന്നുണ്ടായെന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയം. അതിൽ തന്നെ പറഞ്ഞത് KPCCയുടെ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട് G സുധാകരൻ സർക്കാരിനെ വിമർശിച്ചതിന്റെ ഒരു പ്രകോപനപരമായ പ്രസംഗങ്ങൾ G സുധാകരന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നു. ആ പ്രകോപനത്തിന്റെ മറുപടിയാണ് പാർട്ടി പ്രവർത്തകരിൽ നിന്ന് ഉണ്ടാകുന്നത് എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ R നാസർ പ്രതികരിച്ചിട്ടുള്ളത്. അത്തരത്തിൽ പ്രകോപനപരമായ നടപടികൾ ഉണ്ടാകാൻ പാടില്ല എന്ന് അദ്ദേഹം ഒരു ഘട്ടത്തിലും പറയുന്നില്ല. മറിച്ച് ഈ G സുധാകരന്റെ നിരന്തരമായ പ്രകോപനമാണ് ഇത്തരത്തിൽ തിരിച്ചു മറുപടി കിട്ടുന്നതിനുള്ള കാരണമായി മാറുന്നത് എന്നുള്ള രീതിയിൽ ആണ് അതിനെ ഇത്തരം ഒരു സൈബർ ആക്രമണത്തെ ന്യായീകരിച്ചുകൊണ്ടുള്ള വിമർശനമാണ് ജില്ലാ സെക്രട്ടറിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായത് എന്നുള്ളത് വളരെ ശ്രദ്ധേയമാണ്. ഒപ്പം തന്നെ അമ്പലപ്പുഴ കേന്ദ്രീകരിച്ച്, അമ്പലപ്പുഴയിൽ ജനപ്രതിനിധിയെ കേന്ദ്രീകരിച്ചാണ് ഇത്തരത്തിലൊരു സൈബർ അറ്റാക്ക് തനിക്കെതിരെ ഉണ്ടാകുന്നതെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ ഒരു അമ്പലപ്പുഴ കേന്ദ്രീകരിച്ച ഒരു കാര്യം ഉണ്ടായതായി പാർട്ടി നേതൃത്വത്തിന് അറിയില്ല. പാർട്ടി നേതൃത്വം അത് പരിശോധിക്കുന്നുണ്ട്. ഇതെല്ലാം G സുധാകരന്റെ തോന്നൽ മാത്രമാണ് എന്നുള്ള രീതിയിൽ തള്ളുകയാണ് ചെയ്തിട്ടുള്ളത്. അതായത് ഈ ഒരു വിഷയത്തിനകത്ത് G സുധാകരനെ കൈവിടുന്ന രീതിയിലുള്ള ഒരു ആദ്യ കടമ എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ CPM ജില്ലാ സെക്രട്ടറി തന്നെ അദ്ദേഹം ഉന്നയിച്ച വിഷയങ്ങളെ ഒരു പരസ്യ പ്രതികരണങ്ങൾ കൂടുതൽ ശക്തമാകുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. ശരണ്യ സ്നേഹജൻ വിവരങ്ങൾ നൽകിയത്. ആറന്മുള അഷ്ടമിരോഹിണി വള്ളസദ്യയിലെ ആചാര ലംഘന വിവാദത്തിൽ ദേവസ്വം ബോർഡും പള്ളിയോട സേവാ സംഘവും രണ്ട് തട്ടിൽ. ക്ഷേത്ര ഉപദേശക സമിതിയും ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരും ഗൂഢാലോചന നടത്തിയെന്നാണ് ആരോപണം. പരിഹാരക്രിയ ആവശ്യപ്പെട്ടത് ദേവസ്വം ബോർഡാണെന്നാണ് ക്ഷേത്രം തന്ത്രിയുടെ നിലപാട്. സെപ്റ്റംബർ 14 നടന്ന ആറന്മുള അഷ്ടമിരോഹിണി വള്ളസദ്യയിൽ ആചാര ലംഘനം നടന്നതായി അന്ന് തന്നെ ആരോപണം ഉയർന്നിരുന്നു. ദേവസ്വം വകുപ്പ് മന്ത്രി VN വാസവനും മന്ത്രി P പ്രസാദുമാണ് ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കാൻ എത്തിയത്. ദേവന് നേദിക്കും മുൻപ് ഇവർ സദ്യ കഴിച്ചു എന്നായിരുന്നു ആരോപണം. സംഭവം വിവാദമായതോടെ ക്ഷേത്ര ഉപദേശക സമിതിയും ദേവസ്വം ബോർഡും ക്ഷേത്രം തന്ത്രി വാസുദേവ ഭട്ടതിരിപ്പാടിന് കത്തയച്ചു. തുടർന്നാണ് തന്ത്രി പരിഹാരക്രിയകൾ നിർദ്ദേശിച്ചത്. അകത്തു നിന്ന് ആരും ദീപം കത്തിച്ചു കൊടുത്തിട്ടില്ല, പുറത്ത് ദീപം കത്തിച്ചത് ആരാണെന്ന് അറിയില്ല. ഇങ്ങനെയൊക്കെയായിരുന്നു എനിക്ക് തന്ന AC-യുടെ മറുപടി. അതിനാണ് ഞാൻ മറുപടി കൊടുത്തത്. ആദ്യത്തെ കത്തിൽ പ്രായശ്ചിത്തം ചെയ്യേണ്ടതുണ്ടോ എന്നൊരു ചോദ്യവും ഉണ്ടായിരുന്നു. ഇത് രണ്ടും കൂടെ നോക്കുമ്പോൾ ഇത് പ്രായശ്ചിത്ത വിഷയമാണ് എന്ന് ആർക്കും മനസ്സിലാവും. അതുകൊണ്ടാണ് ആ പ്രായശ്ചിത്തം നിശ്ചയിച്ചത്. സദ്യയുമായിട്ട് ബന്ധപ്പെട്ടതായതുകൊണ്ട് ആ സദ്യാബന്ധിതമായ ഒരു പ്രായശ്ചിത്തം നിശ്ചയിച്ചു, അത്രയേ ഉള്ളൂ. അതേസമയം ആചാര ലംഘന വിവാദത്തിന് പിന്നിൽ ഗൂഢാലോചന സംശയിക്കുന്നതായാണ് പള്ളിയോട സേവാ സംഘത്തിന്റെ ആരോപണം. ദേവസ്വം മന്ത്രി പങ്കെടുത്തത് ആചാരപരമായ വള്ളസദ്യയിൽ അല്ല. അതിഥികൾക്ക് മാത്രമായി സദ്യ നേരത്തെ വിളമ്പിയത് തെറ്റാണെങ്കിൽ തിരുത്തും. മുൻപും അതിഥികൾക്ക് മാത്രമായി ഊട്ടുപുരയിൽ സദ്യ നൽകിയിട്ടുണ്ടെന്നും പള്ളിയോട സേവാ സംഘം പ്രതികരിച്ചു. അകത്ത് വിളമ്പിയത് തെറ്റാണെന്ന് അദ്ദേഹം പറഞ്ഞാൽ നമ്മൾ തിരുത്തും. കാരണം അതിനകത്ത് എന്തെങ്കിലും പരിഹാരം ഉണ്ടെങ്കിൽ നമ്മൾ ചെയ്യും. നേരത്തെ ചെയ്തിട്ടുണ്ട്. പക്ഷെ അദ്ദേഹം പറഞ്ഞതല്ല. അദ്ദേഹം പറഞ്ഞത് വള്ളസദ്യയിൽ അദ്ദേഹം പങ്കെടുത്തു എന്നാണ്. വള്ളസദ്യക്കകത്ത് പോയി അവിടെ ഇരുന്ന് വള്ളസദ്യ ഉണ്ട്. വള്ളസദ്യ എല്ലാ വള്ളങ്ങൾക്കും പ്രത്യേകം വെച്ചിട്ടുണ്ട്. ആചാരപരമായിട്ടുള്ള വള്ളസദ്യയിൽ അദ്ദേഹം പങ്കെടുത്തില്ല. പാട്ടോ കാര്യങ്ങളോ ഒന്നും കേട്ട് അവിടെ നിന്നില്ല. വള്ളത്തിന്റെ കൂടെ അത് ഗണേഷ് കുമാർ വന്ന് വള്ളസദ്യയിലാണ് പങ്കെടുത്ത്. ഗണേഷ് കുമാർ നേരെ ചെന്ന് ഷെഡിൽ ചെന്ന് വള്ളസദ്യയിലാണ് പങ്കെടുത്തത്. ദേവസ്വം മന്ത്രിക്ക് പിന്തുണയുമായി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് രംഗത്ത് വന്നു. ആറന്മുളയിൽ ആചാര ലംഘനം നടന്നു എന്നുള്ള പരാതി എങ്ങനെ ഉണ്ടായെന്ന് എനിക്കറിയില്ല. പക്ഷെ എന്തായാലും ഒരു കാര്യം പറയാം, പള്ളിയോട സേവാ സംഘമാണ് അവിടുത്തെ ഈ വള്ളസദ്യയുടെ ആധികാരികമായ നടത്തുന്നത്. അവർ ക്ഷണിച്ചിട്ടാണ് മന്ത്രി അവിടെ പോയത്. അവരാണ് ആനയിച്ച് മന്ത്രിയെ ഓഫീസിലേക്ക് കൊണ്ടുപോകുന്നത്, വിളക്ക് തെളിയിക്കാൻ കൊണ്ടുപോകുന്നത്, പള്ളിയോടങ്ങൾ വരുമ്പോൾ അതിന്റെ തീരത്തേക്ക് കൊണ്ടുപോകുന്നത്, പള്ളിയോള സദ്യ വിളമ്പുന്നത് തന്ത്രിയാണ് വിളമ്പിക്കൊടുത്തതെന്ന് പറയുന്നു.
അപ്പൊ ഇതെല്ലാം പള്ളിയോട സേവാ സംഘത്തിന്റെ കാർമ്മികത്വത്തിലാണ് ഇത് നടന്നത്. വള്ളസദ്യ നടത്തിപ്പിൽ നിന്നും പള്ളിയോട സേവാ സംഘത്തെ ഒഴിവാക്കാനുള്ള ബോധപൂർവമായ നീക്കം നടക്കുന്നുവെന്നാണ് പള്ളിയോട സേവാ സംഘം സംശയിക്കുന്നത്. ന്യൂസ് 18 പത്തനംതിട്ട. ശബരിമല സ്വർണ്ണമോഷണവും വിശ്വാസവഞ്ചനയും ആരോപിച്ച് UDFന്റെ വിശ്വാസ സംരക്ഷണ യാത്രയുടെ മധ്യമേഖലാ പര്യടനത്തിന് മൂവാറ്റുപുഴയിൽ തുടക്കം. ഉദ്ഘാടന വേദിയിൽ ശരണം വിളിച്ച് ACC ജനറൽ സെക്രട്ടറി ദീപദാസ് മുൻഷി വിശ്വാസികൾക്ക് വേണ്ടിയുള്ള സമരമാണ് കോൺഗ്രസ് നടത്തുന്നതെന്നും ശബരിമലയുടെ പവിത്രത കാത്തുസൂക്ഷിക്കാൻ കോൺഗ്രസ് പ്രതിജ്ഞാബദ്ധമാണെന്നും പ്രഖ്യാപിച്ചു. Dignitaries, the Congress leaders sitting on the stage and in front. Before saying anything, I would like to pray, Lord Ayappa, Swamiye Sharanam Ayappa. We are here not as a political party, just not a political party why we are doing this jatha. We are here for lakhs devotees' faith for Lord Ayappa. And what the court is saying, the sanctity of the Sabrimala temple has been destroyed. വിവരങ്ങളുമായി നവമി ദിനേശ് ചേർന്നു. നവമി, ഏത് തരത്തിലാണ് പ്രവർത്തകരുടെ, അണികളുടെ, ജനങ്ങളുടെ പങ്കാളിത്തം വിശ്വാസ സംരക്ഷണ യാത്രയ്ക്ക്? അപർണ, രാവിലെ 11 മണിയോട് കൂടിയാണ് മൂവാറ്റുപുഴയിൽ നിന്നും ഈ ഒരു വിശ്വാസ സംരക്ഷണ യാത്ര ആരംഭിച്ചത്. ബെന്നി ബെഹനാൻ MP നേതൃത്വത്തിലായിരുന്നു ഈ ജാഥ തുടങ്ങിയത്. പ്രധാനപ്പെട്ട കോൺഗ്രസിന്റെ നേതാക്കളെല്ലാവരും തന്നെ ഈ ജാഥയിൽ പങ്കെടുക്കുന്നുണ്ട്. മാത്യു കുഴൽനാടൻ, ബെന്നി ബെഹനാൻ MP നേതൃത്വത്തിലുള്ള ഈ ഒരു ജാഥയിൽ മാത്യു കുഴൽനാടൻ, ഒപ്പം തന്നെ VT ബൽറാം, DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് അടക്കമുള്ളവർ ഈ ജാഥയിലുണ്ട്. വലിയ ഒരു കോൺഗ്രസിന്റെ ആവശ്യമാണ്, അല്ലെങ്കിൽ കോൺഗ്രസ് ശബരിമലയുടെ സംരക്ഷണത്തിന് കോൺഗ്രസ് പ്രതിജ്ഞാബദ്ധം ആണെന്നാണ് ഈ ഒരു പ്രതിഷേധം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ബെന്നി ബെഹനാൻ MP പറഞ്ഞത്. ഒപ്പം ദീപദാസ് മുൻഷി ഈ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ശരണം വിളിച്ചുകൊണ്ടാണ് ഈ ഒരു ജാഥ ഉദ്ഘാടനം ചെയ്തത്. വലിയ ഒരു പ്രവർത്തകരുടെ പങ്കാളിത്തമായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. വലിയ ഒരു പ്രവർത്തകരുടെ പങ്കാളിത്തവും അതിനോടൊപ്പം തന്നെ വലിയ ജാഥയോടുകൂടി തന്നെയാണ് ഇത് ആരംഭിച്ചത്. രാവിലെ 11 മണിയോടുകൂടി തന്നെ നേതാക്കളെല്ലാവരും തന്നെ വേദിയിലെത്തി. അതിന്റെ ഉദ്ഘാടനത്തിന് ശേഷം ഈ ജീപ്പിൽ യാത്രയായിട്ടാണ് ബെന്നി ബെഹനാൻ MP, ഒപ്പം തന്നെ മാത്യു കുഴൽനാടൻ, VT ബൽറാം അടക്കമുള്ള നേതാക്കൾ ഈ ജാഥയിൽ പോകുന്നത്. എന്തായാലും വലിയ ഒരു ശബരിമലയിലെ ഈ ഒരു സ്വർണ്ണപ്പാളി വിവാദവുമായി ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ ശബരിമലയിലെ കൊള്ളയുമായി ബന്ധപ്പെട്ട് വലിയ രാഷ്ട്രീയ ആയുധം കൂടിയാക്കുകയാണ് കോൺഗ്രസ്. നവമി ദിനേശാണ് വിവരം. കോൺഗ്രസിന്റെ വിശ്വാസ സംരക്ഷണ യാത്രയുടെ മൂവാറ്റുപുഴയിലെ ഉദ്ഘാടന ചടങ്ങിന്റെ പന്തൽ തകർന്നു വീണു. ഉദ്ഘാടനത്തിന് മിനിറ്റുകൾക്ക് മുൻപായിരുന്നു അപകടം. പരിപാടി തുടങ്ങാൻ വൈകിയതുകൊണ്ടാണ് ദുരന്തം ഒഴിവായത്. മറ്റൊരു വാർത്ത നോക്കാം. ശബരിമലയിലെ സ്വർണ്ണപ്പാളി മോഷണ കേസിൽ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരായ A. പത്മകുമാർ, N. വാസു തുടങ്ങിയവരെ പ്രത്യേക അന്വേഷണ സംഘം ഉടൻ ചോദ്യം ചെയ്തേക്കും. ഇരുവരുടെയും ഭരണസമിതിയിലെ ബോർഡ് അംഗങ്ങളെയും SIT ചോദ്യം ചെയ്യലിനായി വിളിച്ചു വരുത്തുമെന്നാണ് വിവരം. കഴിഞ്ഞ ദിവസം ദേവസ്വം ബോർഡ് ആസ്ഥാനത്ത് പരിശോധന നടത്തിയ പ്രത്യേക അന്വേഷണ സംഘം ദേവസ്വം വിജിലൻസ് SP ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരിൽ നിന്ന് വിവരങ്ങൾ ചോദിച്ചറിഞ്ഞിരുന്നു. കൊട്ടാരക്കര മഹാഗണപതി ക്ഷേത്രത്തിലെ കൃത്രിമ കരിപ്രസാദ നിർമ്മാണത്തിനെതിരെ വൻ ഭക്തജന പ്രക്ഷോഭം. ഹൈന്ദവ സംഘടനകളുടെ നേതൃത്വത്തിൽ ഹിന്ദു വിശ്വാസ സംരക്ഷണ ജാഥ സംഘടിപ്പിക്കും. കൊട്ടാരക്കര ഉൾപ്പെടെയുള്ള ദേവസ്വം ബോർഡ് ക്ഷേത്രങ്ങളിലെ അഴിമതികൾക്കെതിരെയാണ് നാമജപയാത്ര നടക്കുക. കൃത്രിമ കരിപ്രസാദ നിർമ്മാണം പുറത്തായതിന് പിന്നാലെയായിരുന്നു കൊട്ടാരക്കരയിൽ ദേവസ്വം വിജിലൻസിന്റെ പരിശോധന. സംഭവത്തിൽ ദേവസ്വം അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർക്കും മേൽശാന്തിക്കും ഉൾപ്പെടെ ദേവസ്വം അസിസ്റ്റന്റ് കമ്മീഷണർ നോട്ടീസ് നൽകിയിട്ടുണ്ട്. പിന്നാലെയാണ് വിവിധ ഹൈന്ദവ സംഘടനകളുടെ നേതൃത്വത്തിൽ ഹിന്ദു വിശ്വാസ സംരക്ഷണ ജാഥ നടത്തുന്നത്. കുലശേഖരനല്ലൂർ ക്ഷേത്രത്തിൽ നിന്ന് ആരംഭിക്കുന്ന നാമജപയാത്ര കൊട്ടാരക്കര മഹാഗണപതി ക്ഷേത്രത്തിന് മുന്നിൽ സമാപിക്കും. ഹിന്ദു ഐക്യവേദി വർക്കിംഗ് പ്രസിഡന്റ് വത്സൻ തില്ലങ്കേരി,
വിശ്വാസ സംരക്ഷണ ജാഥ ഉദ്ഘാടനം ചെയ്യും. ദേവസ്വം ബോർഡ് ക്ഷേത്രങ്ങളിലെ അഴിമതിക്കെതിരെ നിരവധി ഭക്തജനങ്ങളാണ് നാമജപയാത്രയിൽ അണിനിരക്കുക. കരിപ്രസാദത്തിൽ മാത്രമല്ല, ഉണ്ണിയപ്പം നിർമ്മാണത്തിൽ പോലും വലിയ അഴിമതി നടക്കുന്നതായാണ് ആരോപണം. മുമ്പ് പല അഴിമതികളും കണ്ടെത്തിയിരുന്നു. അതേസമയം ക്ഷേത്രത്തിലെ സ്വർണം അളന്ന് തിട്ടപ്പെടുത്തണമെന്നുള്ള ആവശ്യവും ഉയരുന്നുണ്ട്. വിജിലൻസ് പരിശോധനയിൽ ക്ഷേത്രത്തിന് സമീപത്തെ വാടക വീട്ടിൽ നിന്നും ദേവസ്വം കെട്ടിടത്തിൽ നിന്നും കൃത്രിമ കരിപ്രസാദ നിർമ്മാണത്തിന് ഉപയോഗിച്ച വസ്തുക്കളുടെ സാമ്പിളുകൾ ശേഖരിച്ചിരുന്നു. ഇതിന്റെ പരിശോധനകളും തുടരുകയാണ്. സംഭവത്തിൽ കേസെടുത്ത് സുതാര്യമായ അന്വേഷണം നടത്തണമെന്നാണ് ഭക്തജനങ്ങൾ ആവശ്യപ്പെടുന്നത്. ന്യൂസ് 18 കൊട്ടാരക്കര. അബിൻ വർക്കിക്ക് യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ പദവി നിഷേധിച്ചതിനെതിരെ കോൺഗ്രസ് ദേശീയ നേതൃത്വത്തെ പരാതി അറിയിച്ച് ഐ ഗ്രൂപ്പ്. സംഘടനയിൽ രാഹുൽ ഗാന്ധി തുടക്കമിട്ട ജനാധിപത്യ തെരഞ്ഞെടുപ്പ് പ്രക്രിയ അട്ടിമറിക്കപ്പെട്ടെന്നാണ് ആക്ഷേപം. അതേസമയം സാമുദായിക സമവാക്യങ്ങൾ മാത്രം പരിഗണിച്ചല്ല അബിന് അധ്യക്ഷ പദവി നിഷേധിക്കപ്പെട്ടതെന്നും രമേശ് ചെന്നിത്തലയുടെ നോമിനിയായതാണ് തിരിച്ചടിയായി മാറിയതെന്നുമുള്ള വിലയിരുത്തലിലാണ് ഒരു വിഭാഗം നേതാക്കൾ. പ്രതീക്ഷിച്ച പരിഗണന ലഭിക്കാതിരുന്ന KM അഭിജിത്തും ദേശീയ നേതൃത്വത്തെ വിയോജിപ്പ് അറിയിക്കുമെന്നാണ് വിവരം. അബിൻ വർക്കിക്ക് അധ്യക്ഷ സ്ഥാനം നിഷേധിക്കപ്പെട്ടു എന്നത് മാത്രമല്ല ഐ ഗ്രൂപ്പിനെ അസ്വസ്ഥമാക്കുന്നത്. രമേശ് ചെന്നിത്തലയുടെ പ്രസക്തി ചോദ്യം ചെയ്യുന്ന തരത്തിലേക്ക് ആ നടപടി മാറി എന്നൊരു പൊതുവിലയിരുത്തൽ ഐ ഗ്രൂപ്പിലെ നേതാക്കൾക്കുണ്ട്. അതുകൊണ്ട് തന്നെയാണ് രാഹുൽ ഗാന്ധി യൂത്ത് കോൺഗ്രസിൽ തുടക്കമിട്ട ജനാധിപത്യ ശൈലിയിലുള്ള ഒരു തെരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ അട്ടിമറിയാണ് ഉണ്ടായിരിക്കുന്നത്. ഏതാണ്ട് 80 ലക്ഷത്തിലധികം രൂപ ചെലവിൽ 1,70,000 അംഗങ്ങളുടെ വോട്ട് സമാഹരിച്ച് ആ വോട്ട് നേടി ആ വൈസ് പ്രസിഡന്റായ നിലവിലെ കമ്മിറ്റിയിൽ രണ്ടാമത് ഏറ്റവും അധികം വോട്ടുകൾ നേടിയിട്ടുള്ള അബിൻ വർക്കിയെ അർഹമായ പരിഗണന നൽകാതെ ദേശീയ സെക്രട്ടറി സ്ഥാനത്തേക്ക് മാത്രം പേരിനൊരു പദവി നൽകി ഒതുക്കാനുള്ളൊരു നീക്കമാണ് ഉണ്ടായത് എന്നാണ് ഐ ഗ്രൂപ്പിന്റെ പൊതുവികാരം. അതോടൊപ്പം രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ളവരെ ഐ ഗ്രൂപ്പിലെ മുതിർന്ന നേതാക്കൾ ഉൾപ്പെടെ അറിയിച്ചിരിക്കുന്നത് ഇത് കൃത്യമായി സാമുദായിക സമവാക്യത്തിന്റെ പേര് പറഞ്ഞ്, അതായത് KPCC അധ്യക്ഷനും അതോടൊപ്പം KSU സംസ്ഥാന അധ്യക്ഷനും ക്രൈസ്തവ ന്യൂനപക്ഷത്തിന്റെ പ്രതിനിധികളാണ് എന്ന് പറഞ്ഞ് യൂത്ത് കോൺഗ്രസിന് കൂടി സമാനമായ ശൈലിയിൽ ഒരു ക്രൈസ്തവ മുഖം അധ്യക്ഷനായി എത്തിയാൽ സാമുദായിക സമവാക്യം തെറ്റും എന്ന് പറയുന്നത് ഒരു കാരണം മാത്രമാണ്. അതല്ല യഥാർത്ഥ കാരണം. രമേശ് ചെന്നിത്തലയുടെ നോമിനിയാണ് അബിൻ വർക്കി. അതുകൊണ്ട് അബിൻ വർക്കിയെ വെട്ടുന്നതിലൂടെ ലക്ഷ്യം വെക്കുന്നത് രമേശ് ചെന്നിത്തലയാണ് എന്നൊരു പൊതുവികാരമാണ് ഐ ഗ്രൂപ്പ് നേതാക്കൾക്ക്. അതുകൊണ്ട് തന്നെയാണ് അവർ അക്കാര്യം കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വത്തെയും യൂത്ത് കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വത്തെയും അറിയിച്ചിരിക്കുന്നത്. ഈ വിഷയത്തിൽ ദേശീയ നേതൃത്വത്തിന്റെ ഭാഗത്തുനിന്ന് ഇനിയൊരു പുനർവിചിന്തനം ഉണ്ടാകാനുള്ള സാധ്യത നന്നേ കുറവാണ്. പക്ഷേ വരുന്ന KPCC പുനഃസംഘടന കൂടി ലക്ഷ്യം വെച്ചുകൊണ്ടുള്ളൊരു നീക്കമാണ് ദേശീയ നേതൃത്വത്തിന്റെ ഭാഗത്ത് ഇപ്പോൾ നടക്കുന്നത് എന്നൊരു അമർഷം ഐ ഗ്രൂപ്പിൽ ഒരു വിഭാഗം നേതാക്കൾക്കുണ്ട്. അവർ പറയുന്നത് സമാനമായ തരത്തിൽ തന്നെയാണ് പുനഃസംഘടനയും നടക്കുന്നതെങ്കിൽ, അതായത് ഗ്രൂപ്പ് നേതാക്കന്മാർ നൽകിയിരിക്കുന്ന ലിസ്റ്റ് പരിഗണിക്കാതെ KC വേണുഗോപാലിന്റെ താല്പര്യം അനുസരിച്ചാണ് പുനഃസംഘടനയിലും കൂടുതൽ നേതാക്കളെ ഉൾപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ അത് പാർട്ടിയിൽ വലിയ പ്രതിസന്ധികൾക്ക് പൊട്ടിത്തെറികൾക്ക് വഴിവെക്കുമെന്നൊരു മുന്നറിയിപ്പ് കൂടി ഐ ഗ്രൂപ്പ് നേതാക്കളുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട്. സമാനമായ തരത്തിൽ തന്നെയാണ് KM അഭിജിത്തും അധ്യക്ഷ സ്ഥാനത്തേക്ക് വരണമെന്ന ആഗ്രഹത്തിലായിരുന്നു എ ഗ്രൂപ്പ്. അഭിജിത്തിനെയും ദേശീയ സെക്രട്ടറി എന്ന ഒരു പദവി നൽകിക്കൊണ്ട് ദേശീയ തലത്തിലേക്ക് മാറ്റാനുള്ള ഒരു നീക്കമാണ് ഉണ്ടായത്. അതിൽ എ ഗ്രൂപ്പിനും കടുത്ത അമർഷമുണ്ട്. എ ഗ്രൂപ്പും പരസ്യമായി പ്രതികരണങ്ങൾ നടത്താതെ പാർട്ടി ഫോറങ്ങളിൽ, അതായത് യൂത്ത് കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വത്തെയും കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വത്തെയും അവരുടെ അമർഷം അറിയിക്കാൻ പോവുകയാണ് എന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ നിയമനവുമായി ബന്ധപ്പെട്ട വിവാദങ്ങളിൽ ഇനി ഒരു വരി പോലും പ്രതികരിക്കാനില്ല എന്ന് അബിൻ വർക്കി. പറയാനുള്ളതെല്ലാം പറഞ്ഞതായും അബിൻ വർക്കി പ്രതികരിച്ചു. ഒന്നുമില്ല. ഞാൻ കോഴിക്കോട് വന്നപ്പോ താമസിച്ചു. അതുകൊണ്ടാണ് കോഴിക്കോട് വന്നപ്പോ താമസിച്ചു. അബിൻ വർക്കിയുടെ കാര്യം യൂത്ത് കോൺഗ്രസ് ദേശീയ നേതൃത്വം പരിശോധിക്കുന്നതായി ACC ജനറൽ സെക്രട്ടറി ദീപദാസ് മുൻഷി. KPCC DCC പുനഃസംഘടന മെറിറ്റ് അനുസരിച്ച് സമയബന്ധിതമായി പൂർത്തിയാക്കും. തദ്ദേശ തെരഞ്ഞെടുപ്പാണ് ഇപ്പോൾ പ്രധാന ലക്ഷ്യമെന്നും ദീപദാസ് മുൻഷി പറഞ്ഞു. We will take this issue. This is not the issue of National Congress. This is the Youth Congress issue. Youth Congress people will take it. UDFന്റെ വിശ്വാസ സംരക്ഷണ യാത്രയുടെ വേദിയിലെത്തിയ അബിൻ വർക്കിയെ തോളിലേറ്റി വരവേൽക്കുകയായിരുന്നു പ്രവർത്തകർ. അബിന് അനുകൂലമായി മുദ്രാവാക്യം വിളിക്കരുതെന്ന് DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് വിലക്കിയെങ്കിലും പ്രവർത്തകർ മുദ്രാവാക്യം വിളിക്കുന്നത് തുടർന്നു. അബിനെ ഷോൾ അണിയിച്ച് VT ബൽറാം സ്വീകരിച്ചു.
ആ വിശ്വാസികൾക്ക് വേണ്ടി കേരളത്തിലെ കോൺഗ്രസും UDF-ഉം ഈ നാടിന്റെ ചരിത്രബോധത്തെ നിലനിർത്താൻ വേണ്ടിയിട്ടുള്ള വലിയ പോരാട്ടമാണ്. കോഴിക്കോട് പേരാമ്പ്രയിൽ പോലീസിന് നേരെ UDF പ്രവർത്തകർ എറിഞ്ഞത് നാടൻ ബോംബെന്ന സംശയം. പോലീസ് നടത്തിയ പരിശോധനയിൽ വെടിമരുന്നിന്റെ ഗന്ധമുള്ള ചാക്കുനൂലുകളും ഇരുമ്പ് ചീളുകളും കണ്ടെത്തി. സംഘർഷത്തിൽ 5 UDF പ്രവർത്തകരെ അറസ്റ്റ് ചെയ്തു. അതേസമയം പോലീസിനെതിരെ നിലപാട് കടുപ്പിക്കുകയാണ് കോൺഗ്രസ് നേതൃത്വം. ഇരകൾക്കെതിരെയാണ് പോലീസ് കേസെടുത്തതെന്നും ഹൈക്കോടതി മേൽനോട്ടത്തിൽ പ്രത്യേക അന്വേഷണം വേണമെന്നുമാണ് ആവശ്യം. പോലീസുകാർക്കെതിരായ രൂക്ഷമായ അസഭ്യവർഷത്തിന് പിന്നാലെ UDF പ്രവർത്തകർ നിൽക്കുന്ന സ്ഥലത്തു നിന്നും പോലീസുകാർ നിൽക്കുന്ന ഇടത്തേക്ക് സ്ഫോടക വസ്തു എറിയുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു. ഇതേ തുടർന്ന് പേരാമ്പ്ര പോലീസ് കേസെടുത്ത് അന്വേഷണം നടത്തുകയും ഫോറൻസിക് വിദഗ്ധരും ബോംബ് സ്ക്വാഡും ഡോഗ് സ്ക്വാഡും പ്രദേശത്ത് പരിശോധന നടത്തുകയും ചെയ്തിരുന്നു. ഇതിൽ നിന്നാണ് ഈ ചില ചാക്കുനൂലുകൾ, ഈ സ്ഫോടക വസ്തുവിൻ്റെ ഗന്ധമുള്ള ചാക്കുനൂലുകൾ, ഒപ്പം ഈ കുപ്പിച്ചില്ലുകൾ, ഇരുമ്പ് ചീടുകൾ എന്നിവ കണ്ടെടുക്കുകയും ചെയ്തത്. നാടൻ ബോംബാണ് എറിഞ്ഞത് എന്ന നിഗമനത്തിലാണ് പോലീസ് എത്തിയിരിക്കുന്നത്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് 5 UDF പ്രവർത്തകരെ പോലീസ് കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തിരിക്കുന്നത്. ഇവർക്കെതിരെ ഉദ്യോഗസ്ഥരുടെ ജീവൻ അപായപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടു കൂടി സ്ഫോടക വസ്തു എറിഞ്ഞതടക്കമുള്ള വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത്. കൂടുതൽ ആളുകളെ സംഭവവുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്യും എന്ന് പോലീസ് അറിയിച്ചിരിക്കുന്നു. എന്തായാലും പോലീസിൻ്റെ നടപടിക്കെതിരെ കോൺഗ്രസ് രംഗത്തെത്തിയിട്ടുണ്ട്. CPM-ന്റെ തിരക്കഥയിലാണ് പോലീസ് നടപടികൾ കൈക്കൊള്ളുന്നതെന്നാണ് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി അധ്യക്ഷൻ K. പ്രവീൺകുമാർ പറയുന്നത്. പോലീസിൻ്റെ പക്ഷാപാതപരമായ നാളെ പേരാമ്പ്ര DYSP ഓഫീസിന് മുന്നിൽ ഉപരോധം നടത്തുമെന്നും കോൺഗ്രസ് അറിയിച്ചിരിക്കുന്നു. നാളെ രാവിലെ 11 മണിക്ക് DYSP ഓഫീസിന് മുമ്പിൽ UDF RMI നേതാക്കൾ 2 മണിക്കൂർ പ്രതിഷേധ സത്യാഗ്രഹം ഇരിക്കും. നാളെ വൈകിട്ട് എല്ലാ മണ്ഡലം മേഖലകളിലും UDF-ന്റെ പ്രതിഷേധ പ്രകടനം. ഞങ്ങൾ മറ്റൊരാവശ്യം ഉന്നയിക്കുന്നു. അവിടുത്തെ ഈ സത്യാവസ്ഥ പുറത്തു വരണം. ഹൈക്കോടതി ജഡ്ജിയുടെ നിരീക്ഷണത്തിൽ ഒരു പ്രത്യേക ഏജൻസി ഈ കേസ് അന്വേഷിക്കണം. അതേസമയം കോൺഗ്രസ് പ്രവർത്തകരാണ് കരുതിക്കുട്ടി ആസൂത്രിതമായി ഈ കലാപം ഉണ്ടാക്കിയതെന്ന ആരോപണമാണ് CPM മുന്നോട്ട് വയ്ക്കുന്നത്. ഷാഫി പറമ്പിൽ അടക്കം കലാപത്തിനുള്ള ഒരു ശ്രമമാണ് സ്ഥലത്ത് നടത്തിയെന്നും ആരോപിക്കുന്നു. എന്തായാലും CPM-ന്റെ കാര്യങ്ങൾ വിശദീകരിക്കാൻ, അല്ലെങ്കിൽ ഈ സംഭവവുമായി ബന്ധപ്പെട്ട CPM-ന്റെ വശം വിശദീകരിക്കുന്നതിനായി ഇന്ന് വിശദീകരണ യോഗം പേരാമ്പ്രയിൽ വിളിച്ചു ചേർത്തിട്ടുണ്ട്. വൈകിട്ട് 5 മണിക്ക് കേന്ദ്ര കമ്മിറ്റി അംഗം EP ജയരാജനാണ് ഈ യോഗം ഉദ്ഘാടനം ചെയ്യുന്നത്. എന്തായാലും കോൺഗ്രസ് പ്രവർത്തകരെ ഈ കേസിൽ അറസ്റ്റ് ചെയ്യുകയും കൂടി ചെയ്തതോടുകൂടി പുതിയ മാനമാണ് ആ കേസിന് കൈവന്നിരിക്കുന്നത്. നേരത്തെ ഷാഫി പറമ്പിൽ MLA പോലീസുമായുള്ള സംഘർഷത്തിനിടെ പരിക്കുപറ്റി കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിഞ്ഞിരുന്നു. അദ്ദേഹം ആശുപത്രിയിൽ നിന്നും മോചിതനായി പുറത്തേക്ക് പോവുകയും അവകാശ ലംഘനത്തിന് നോട്ടീസ് നൽകുകയും ചെയ്തിരുന്നു. ഷാഫി പറമ്പിലിനെ മർദ്ദിച്ചവർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് കോൺഗ്രസ് DGP-ക്കടക്കം പരാതി നൽകുകയും ചെയ്തിരുന്നു. ഈ നടപടികൾ വൈകുന്നുവെന്നാരോപിച്ചാണ് നാളെ സമരം പ്രഖ്യാപിച്ച് കോൺഗ്രസ് രംഗത്തെത്തിയിരിക്കുന്നത്. കണ്ണൂർ മുൻ ADM നവീൻ ബാബു ആത്മഹത്യ ചെയ്തിട്ട് ഇന്ന് 1 വർഷം. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PP ദിവ്യ യാത്രയപ്പ് സമ്മേളനത്തിൽ നടത്തിയ വിവാദ പരാമർശങ്ങൾക്ക് പിന്നാലെയായിരുന്നു നവീൻ ബാബുവിന്റെ മരണം. രാഷ്ട്രീയ കേരളം ഏറെ ചർച്ച ചെയ്യുകയും CPM-നെ പ്രതിരോധത്തിലാക്കുകയും ചെയ്ത സംഭവത്തിൽ ഏക പ്രതിസ്ഥാനത്തായ PP ദിവ്യ എന്ന യുവവനിതാ നേതാവിനെ തള്ളിപ്പറയുകയും തെരഞ്ഞെടുക്കപ്പെട്ട എല്ലാ സ്ഥാനങ്ങളിൽ നിന്ന് മാറ്റി നിർത്തുകയും മാത്രമായിരുന്നു പാർട്ടിയുടെ മുന്നിലുണ്ടായിരുന്ന ഏക പ്രതിവിധി. കണ്ണൂർ ചെങ്ങളായിൽ പുതുതായി തുടങ്ങാനിരുന്ന പെട്രോൾ പമ്പുമായി ബന്ധപ്പെട്ടായിരുന്നു വിവാദത്തിന് തുടക്കം. പമ്പിന്റെ NOC ലഭിക്കുന്നതിനായി ADM കൈക്കൂലി വാങ്ങിയെന്നായിരുന്നു ആരോപണം. PP ദിവ്യ നടത്തിയ ഈ ആരോപണമാണ് സ്ഥലം മാറിപ്പോവുകയായിരുന്ന നവീൻ ബാബുവിന്റെ മരണത്തിലേക്ക് വഴിവെച്ചതെന്നായിരുന്നു കുറ്റപത്രം. റവന്യൂ സ്റ്റാഫ് കൗൺസിലിന്റെ യാത്രയയപ്പ് പരിപാടിയിൽ ക്ഷണിക്കപ്പെടാതെ എത്തിയാണ് നവീൻ ബാബുവിനെതിരെ ദിവ്യയുടെ പരാമർശമുണ്ടായത്. പിന്നാലെ അടുത്ത ദിവസം ADM-നെ താമസ സ്ഥലത്ത് തൂങ്ങിമരിച്ച നിലയിൽ കാണപ്പെടുകയും ചെയ്തു. ദിവ്യ ഉന്നയിച്ച പരാമർശമാണ് മരണത്തിനിടയാക്കിയതെന്ന കുടുംബത്തിന്റെ ആരോപണം CPM-നെ ശരിക്കും വെട്ടിലാക്കി. പാർട്ടി കുടുംബത്തിന്റെ വാദങ്ങളെ തള്ളാനാകാതെ കണ്ണൂരിലെ CPM-ഉം പ്രതിരോധത്തിലായി. തുടർന്ന് ദിവ്യയെ കൈയൊഴിയാൻ പാർട്ടി തീരുമാനിച്ചു. ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തി കേസ് രജിസ്റ്റർ ചെയ്തതിന് പിന്നാലെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം ദിവ്യയ്ക്ക് രാജിവെക്കേണ്ടിയും വന്നു. മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയതോടെ പോലീസിന് കീഴടങ്ങിയ ദിവ്യ 10 ദിവസം സെൻട്രൽ ജയിലിൽ റിമാൻഡിലുമായി. വിഷയത്തിൽ CPM പത്തനംതിട്ട ജില്ലാ നേതൃത്വം എടുത്ത നിലപാട് കണ്ണൂരിലെ CPM നേതൃത്വത്തെയും പ്രതിരോധത്തിലാക്കി. തുടർന്ന് ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് ദിവ്യയെ ബ്രാഞ്ചിലേക്ക് തരം താഴ്ത്തി. അതേസമയം പോലീസ് അന്വേഷണത്തിൽ വിശ്വാസമില്ലാതിരുന്ന നവീൻ ബാബുവിന്റെ കുടുംബം CBI അന്വേഷണം ആവശ്യപ്പെട്ട് സുപ്രീം കോടതിയടക്കം സമീപിച്ചെങ്കിലും ഫലം കണ്ടില്ല.
അനവസരത്തിലുള്ള പരാമർശത്തിൽ ഒരു സർക്കാർ ഉദ്യോഗസ്ഥന്റെ ജീവിതം അവസാനിച്ചപ്പോൾ CPM-ന് നേരിട്ട ആഘാതം ഏറെ വലുതാണ്. സുമേഷ് മൊറാഴ, ന്യൂസ് 18 കണ്ണൂർ. ആത്മഹത്യ ചെയ്ത ADM നവീൻ ബാബുവിന് നീതി ലഭിച്ചില്ലെന്ന് കുടുംബം. 1-ാം ചരമവാർഷികത്തിലാണ് കുടുംബത്തിന്റെ പ്രതികരണം. കുടുംബം ഉന്നയിച്ച പല കാര്യങ്ങളും തെളിവുകളും ഒഴിവാക്കിയാണ് കുറ്റപത്രം പോലീസ് സമർപ്പിച്ചതെന്നും നിയമപരമായി മുന്നോട്ടു പോകുമെന്നും നവീൻ ബാബുവിന്റെ സഹോദരൻ പ്രവീൺ ബാബു പറഞ്ഞു. പോലീസ് ഹൈക്കോടതിയിൽ അഫിഡവിറ്റ് കൊടുത്തത് അവരെല്ലാ കാര്യങ്ങളും ഞങ്ങൾ പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും അവർ അന്വേഷിക്കുന്നുണ്ട്, അന്വേഷണ പരിധിയിലുണ്ടെന്ന്. പക്ഷേ കുറ്റപത്രം സമർപ്പിച്ചപ്പോൾ അതിനോടൊപ്പം അതിൽ അഡീഷണൽ കുറ്റപത്രം സമർപ്പിച്ചപ്പോഴാണ് ഞങ്ങൾക്ക് ബോധ്യമാകുന്നത് അവർ ഈ പറയുന്ന പ്രധാനപ്പെട്ട അല്ലെങ്കിൽ നിർണായകമായ പോയിന്റുകൾ അന്വേഷിച്ചിട്ടില്ല, അഥവാ അന്വേഷിച്ചിട്ടുണ്ട് അതൊക്കെ മറച്ചു വെച്ചിട്ടാണ് അവർ കുറ്റപത്രം സമർപ്പിച്ചതെന്നും ബോധ്യമായി. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഫർദർ ഇൻവെസ്റ്റിഗേഷൻ ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ കൂടി ഞങ്ങൾ നക്കമിട്ട് പറഞ്ഞിട്ടുണ്ട് 13 പോയിന്റുകൾ, അതെല്ലാം അന്വേഷിക്കണമെന്ന് പറഞ്ഞ് വീണ്ടും അതേ കോടതിയെ സമീപിച്ചിരിക്കുന്നത്. അപ്പോൾ അതിലിനിയും വീണ്ടും വാദം കേൾക്കാൻ അതിനുശേഷമായിരിക്കും തീരുമാനമെടുക്കുക കോടതി. ആലപ്പുഴയിൽ 27-കാരി ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ ഗുരുതരമായ ആരോപണങ്ങളുമായി അന്ധരായ മാതാപിതാക്കൾ. തങ്ങളുടെ കാഴ്ച പരിമിതി പറഞ്ഞ് രേഷ്മയെ ഭർത്താവും കുടുംബവും നിരന്തരം അപമാനിച്ചു. സ്ത്രീധനം ചോദിച്ച് പീഡിപ്പിച്ചതിനെ തുടർന്നാണ് കലവൂർ തകടി വെളിയിൽ രേഷ്മ മരിച്ചതെന്നാണ് കുടുംബത്തിന്റെ ആരോപണം. പോലീസ് കേസെടുത്തതോടെ ഭർത്താവ് ഡിബിനും കുടുംബവും 3 വയസ്സുകാരിയായ പേരക്കുട്ടിയും കൊണ്ട് കടന്നതായി രേഷ്മയുടെ പിതാവ് ജയരാജ് പറയുന്നു. മണ്ണഞ്ചേരി കലവൂർ സ്വദേശികളായ ജയരാജും ഷീല ജയരാജും ഭാഗികമായും പൂർണ്ണമായും കാഴ്ചാ പരിമിതികളുള്ളവരാണ്. ശാരീരിക വെല്ലുവിളികൾക്ക് മുന്നിൽ പതറി നിൽക്കാതെ പൊരുതിയാണ് ഇരുവരും 2 പെൺമക്കളെ ബിരുദ പഠനം വരെ വിദ്യാഭ്യാസം നൽകി ജോലിയെടുത്ത് ജീവിക്കാൻ പ്രാപ്തരാക്കിയത്. ഒരായുഷ്കാലം മുഴുവൻ കഷ്ടപ്പെട്ട രക്ഷിതാക്കൾ പൊന്നുപോലെ വളർത്തിയെടുത്ത മകളാണ് ഭർതൃഗൃഹത്തിൽ ഒരു ഷാളിൻ തുമ്പിൽ ജീവനൊടുക്കിയത്. ഭർത്താവ് ടിബിനിൽ നിന്നും ഭർത്തൃമാതാവ് ബിന്ദുവിൽ നിന്നും കണ്ണുപൊട്ടിയുടെ മകളെന്ന് വിളിച്ച രേഷ്മ നിരന്തരം അപമാനം നേരിടേണ്ടി വന്നുവെന്ന് ഈ മാതാപിതാക്കൾ കണ്ണീരോടെ പറയുന്നു. അവര് അമ്മയൊക്കെ അച്ഛനൊക്കെ കണ്ണുപൊട്ടി എന്നല്ലാണ്ട് വിളിക്കില്ലായിരുന്നു. കണ്ണുപൊട്ടിയുടെ മകളെന്നാ വിളിക്കണത്. അപ്പൊ അവള് പറഞ്ഞു അത് ദൈവം തന്നതല്ലേ. അവള് പറഞ്ഞു അവര് വീട്ടിലേക്ക് അവള് ഫോൺ നമ്മളെ വിളിക്കുകയാണെന്നുണ്ടെങ്കിൽ അവരാരെങ്കിലും വരികയാണെങ്കിൽ അമ്മ പിന്നെ വിളിക്കാന്നും പറഞ്ഞ കട്ട് ചെയ്യും. ആദ്യം അമ്മയുടെ അന്ധത പറഞ്ഞായിരുന്നു അപമാനിക്കലെങ്കിൽ പിന്നീട് അത് സ്വർണത്തിന്റെ പേരിലായി. രക്ഷകർത്താക്കളുടെ മുന്നിൽ വെച്ച് ഡിബിൻ രേഷ്മയെ മുഖത്തടിച്ചിരുന്നു. ഗാർഹിക പീഡനമടക്കമുള്ള വകുപ്പുകൾ ചുമത്തി നോർത്ത് പോലീസ് എടുത്ത കേസിൽ ഡിബിന്റെ പിതാവ് ദിലീപ് കുമാറും പ്രതിയാണ്. ആത്മഹത്യ ചെയ്തുവെന്ന് പറയപ്പെടുന്ന ദിവസത്തിന്റെ തലേദിവസം രാത്രി രേഷ്മയെ ഡിബിൻ മർദ്ദിച്ചതായി അന്വേഷണത്തിൽ ബോധ്യപ്പെട്ടെന്ന് പിതാവ് പറയുന്നു. 3 വയസ്സുകാരിയായ ചെറുമകൾ ഇക്കാര്യം പറഞ്ഞപ്പോൾ കുട്ടിയെ ഉൾപ്പെടെയായി ടിബിനും കുടുംബവും തത്തമ്പള്ളി കറുകയിലുള്ള വീട്ടിൽ നിന്ന് കടന്നു കളഞ്ഞു. ഞാൻ അവനോട് ചോദിച്ചു മോൻ പേടിച്ച? ഞാൻ പേടിച്ചില്ല, പക്ഷെ ദക്ഷ കരഞ്ഞു, ദക്ഷയ്ക്ക് പേടിയായി പോയി എന്ന് പറഞ്ഞു. ദക്ഷ ഇളയ കുട്ടി അവൾക്ക് പേടിയായി പോയി എന്ന് പറഞ്ഞു. പക്ഷെ അവൻ പിന്നെ അവിടെ നിന്നില്ല. പിറ്റേ ദിവസം അവൻ പറഞ്ഞു എനിക്ക് വീട്ടിൽ പോകണം, ഷീലാമ്മയുടെ അടുത്ത് പോകണം എന്ന് പറഞ്ഞു എൻ്റെ അടുത്തേക്ക് പോരുകയായിരുന്നു. ഇനിയും നോർത്ത് പോലീസ് അറസ്റ്റ് രേഖപ്പെടുത്തുന്നത് വൈകരുതെന്ന അപേക്ഷയാണ് പാവപ്പെട്ട ഈ രക്ഷകർത്താക്കൾക്കുള്ളത്. ഞങ്ങളെപ്പോലുള്ള ദാരിദ്ര്യതയ്ക്കും താഴെയുള്ള പെൻഷൻ ആശ്രയിച്ച് കഴിയുന്നവരാണ് ഞങ്ങൾ. അങ്ങനെയുള്ള ഞങ്ങൾക്ക് ആ പിള്ളേരെ അത്രയും രീതിയിൽ അയക്കുമ്പോൾ അങ്ങനെയുള്ളൊരവസ്ഥ ഒരു രക്ഷകർത്താക്കൾക്കും അങ്ങനെ ഉണ്ടാവരുത്. ഏതായാലും സംഭവിക്കാനുള്ളത് സംഭവിച്ചു. ഞങ്ങൾക്ക് പോകാനുള്ള ഞങ്ങളുടെ മോൾ പോയി. ആ ഒരവസ്ഥ തീർച്ചയായിട്ടും നമ്മളിവിടെ ഭരിക്കുന്നു. പ്രധാനപ്പെട്ട നമ്മുടെ മുഖ്യമന്ത്രി ആയാലും നീതിപീഠമായാലും പോലീസുകാരായാലും സത്യസന്ധമായി അന്വേഷിച്ച് ഞങ്ങൾക്ക് നീതി ഉറപ്പാക്കണമെന്ന് മാത്രമാണ് എനിക്ക് അവസാനമായിട്ട് പറയാനുള്ളത്. കാഴ്ച പരിമിതിയുള്ള ഷീലയും ജയരാജും വളരെ കഷ്ടപ്പെട്ടാണ് 2 പെൺമക്കളെ വളർത്തിയത്. അതിലൊരാളെയാണ് ഈ കുടുംബത്തിനിപ്പോൾ നഷ്ടമായിരിക്കുന്നത്. ഗാർഹിക പീഡനം നടന്നിട്ടുണ്ട് എന്നുള്ളത് പോലീസിന്റെ FIR-ലടക്കം രേഖപ്പെടുത്തിയിട്ടുമുണ്ട്. പ്രതികൾക്കെതിരെ കർശന നടപടി ഇനിയെങ്കിലും പോലീസ് സ്വീകരിക്കേണ്ടതായുണ്ട്. ആലപ്പുഴയിൽ നിന്നും ശരണ്യ സ്നേഹജൻ, ന്യൂസ് 18. കൊല്ലം കണ്ണനല്ലൂരിൽ ബാങ്ക് ഓഫീസറെ മർദ്ദിച്ച പ്രതി സന്ദീപ് ലാൽ അറസ്റ്റിൽ. ലോൺ കുടിശ്ശിക തിരിച്ചുപിടിക്കാൻ പോയ ബാങ്ക് ഓഫീസറെയാണ് സന്ദീപ് ലാൽ അസഭ്യം പറയുകയും മർദ്ദിക്കുകയും ചെയ്തത്. ബാങ്ക് ഓഫീസർ കൊട്ടിയത്ത് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ.
കണ്ണൂർ നടുവിൽ പടിഞ്ഞാറേക്കവരയിലെ വി പ്രജുലിന്റെ മരണം കൊലപാതകമെന്ന് സ്ഥിരീകരണം. സംഭവവുമായി ബന്ധപ്പെട്ട് പോത്തുകുണ്ട് വയലിനകത്ത് മിഥിലാജിനെ കസ്റ്റഡിയിലെടുത്തു. കഴിഞ്ഞ മാസം 25-നാണ് ഏരോഡിയിലെ കൃഷിയിടത്തിലെ കുളത്തിൽ പ്രജുലിന്റെ മൃതദേഹം കണ്ടെത്തിയത്. കെനിയൻ മുൻ പ്രധാനമന്ത്രി റെയ്ല ഒഡിംഗ അന്തരിച്ചു. കൂത്താട്ടുകുളത്ത് വെച്ചായിരുന്നു അന്ത്യം. പ്രഭാത നടത്തത്തിനിടെ ഹൃദയാഘാതം സംഭവിക്കുകയായിരുന്നു. കൂത്താട്ടുകുളത്തെ ശ്രീധരിയം ആശുപത്രിയിൽ ചികിത്സയ്ക്കെത്തിയതായിരുന്നു ഒഡിംഗ. നവമി ദിനേശ് കൂത്താട്ടുകുളത്ത് വെച്ചിട്ടായിരുന്നു കെനിയൻ മുൻ പ്രധാനമന്ത്രിയുടെ അന്ത്യം. ഗസയിലേക്ക് സഹായങ്ങളുമായി എത്തുന്ന ട്രക്കുകളെ റഫാൽ തടയില്ല എന്ന് ഇസ്രയേൽ. ബന്ദികളുടെ മൃതദേഹം ഹമാസ് കൈമാറാൻ വൈകിയതോടെ ട്രക്കുകൾ തടയുമെന്ന് ഇസ്രയേൽ അറിയിച്ചിരുന്നു. എന്നാൽ ഇന്ന് 4 പേരെ കൈമാറുമെന്നും ഗസയിൽ ഗതാഗത സൗകര്യം താറുമാറായതാണ് കൈമാറ്റം വൈകുന്നതെന്നും ഹമാസ് പറഞ്ഞു. പിന്നാലെയാണ് ഇസ്രയേൽ തീരുമാനം പുനഃപരിശോധിച്ചത്. അതേസമയം സമാധാന കരാറിലെ ആദ്യഘട്ടം കഴിഞ്ഞതിന് പിന്നാലെ ഹമാസിനോട് ആയുധം ഉപേക്ഷിക്കാൻ ആവശ്യപ്പെട്ട് നെതന്യാഹു രംഗത്തെത്തി. കരാർ അനുസരിച്ചില്ലെങ്കിൽ ഹമാസിനെ നശിപ്പിക്കുമെന്നും നെതന്യാഹു പറഞ്ഞു. മുഖ്യമന്ത്രിയുടെ ഗൾഫ് പര്യടനം നാളെ ആരംഭിക്കും. ഇന്ന് രാത്രി തിരുവനന്തപുരത്ത് നിന്ന് മുഖ്യമന്ത്രി ബഹ്റിനിലേക്ക് പോകും. ഒമാൻ, ഖത്തർ, കുവൈറ്റ് എന്നീ രാജ്യങ്ങളും മുഖ്യമന്ത്രി സന്ദർശിക്കുന്നുണ്ട്. മലയാളം മിഷന്റെയും വിവിധ മലയാളി സംഘടനകളുടെയും പരിപാടികളിൽ മുഖ്യമന്ത്രി പങ്കെടുക്കും. സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാനും മുഖ്യമന്ത്രിക്കൊപ്പമുണ്ട്. ദുബായ് സന്ദർശിക്കാനും അനുമതി തേടിയെങ്കിലും കേന്ദ്രം അനുകൂല തീരുമാനം എടുത്തിട്ടില്ല. അടുത്ത മാസം 9 വരെയാണ് മുഖ്യമന്ത്രിയുടെ ഗൾഫ് പര്യടനം. സംസ്ഥാനത്ത് തുലാവർഷത്തിന് മുന്നോടിയായി മഴ വീണ്ടും ശക്തമാകുന്നു. തെക്കൻ കേരളത്തിലും മധ്യ കേരളത്തിലും ഇന്നും ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം ജില്ലകളിൽ യെല്ലോ അലർട്ടാണ്. മറ്റു ജില്ലകളിൽ മഴ മുന്നറിയിപ്പില്ലെങ്കിലും ഒറ്റപ്പെട്ട മഴയ്ക്ക് സാധ്യതയുണ്ട്. 40 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിന് സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. തിരുവനന്തപുരം പുതുക്കുറിച്ചിയിൽ വള്ളം മറിഞ്ഞ മത്സ്യത്തൊഴിലാളി മരിച്ചു. പുതുക്കുറിച്ചി സ്വദേശി കുമാറാണ് മരിച്ചത്. മത്സ്യബന്ധനത്തിന് പുറപ്പെടവേ രാവിലെ 6 മണിയോടെയാണ് അപകടം. ഒപ്പമുണ്ടായിരുന്നവർ കുമാറിനെ രക്ഷപ്പെടുത്തി കരക്കെത്തിച്ചെങ്കിലും ആശുപത്രിയിലേക്ക് പോകും വഴി മരിച്ചു. അതേസമയം ഇന്നലെ മുതലപ്പുഴയിൽ കാണാതായ ഷഹാനായി ഇന്ന് നേവിയും കോസ്റ്റ് ഗാർഡും തെരച്ചിലിന്റെ ഭാഗമാകും. മലപ്പുറത്ത് ഇടിമിന്നലേറ്റ് യുവാവ് മരിച്ചു. മലപ്പുറം കിഴിശ്ശേരി സ്വദേശി സിറാജുദ്ദീനാണ് മരിച്ചത്. കെട്ടിട നിർമ്മാണ ജോലിക്കിടെ ഇന്നലെ വൈകിട്ടാണ് മിന്നലേറ്റത്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചെങ്കിലും ഇന്ന് പുലർച്ചെ മരണം സ്ഥിരീകരിച്ചു. കോഴിക്കോട് കൂടരഞ്ഞി പെരുമ്പൂളയിൽ വീട്ടുവളപ്പിലെ കിണറ്റിൽ വീണത് പുലിയെന്ന് സംശയം. കിണറ്റിലെ ഗുഹയിൽ കയറിയിരിക്കുന്ന ജീവിയെ പുറത്തിറക്കാൻ പടക്കം പൊട്ടിച്ചെങ്കിലും ശ്രമം വിജയിച്ചില്ല. തുടർന്ന് ക്യാമറ ഇറക്കി പരിശോധന നടത്തിയെങ്കിലും ഒന്നും കണ്ടെത്താനായില്ല. ഈ സാഹചര്യത്തിൽ വനംവകുപ്പിന്റെ നിരീക്ഷണ ക്യാമറ എത്തിക്കാനാണ് തീരുമാനം. നിലമ്പൂരിൽ നിന്നും വെറ്റിനറി ഡോക്ടർ സ്ഥലത്തേക്ക് പുറപ്പെട്ടിട്ടുണ്ട്. കൂട് സ്ഥാപിക്കാൻ നടപടിയും തുടങ്ങി. ഇന്ന് രാവിലെയാണ് കുറിയാലശ്ശേരി കുര്യന്റെ പറമ്പിലെ കിണറ്റിൽ പുലിയെന്ന് സംശയിക്കുന്ന ജീവി വീണത്. ഞാൻ വരുമ്പോൾ സാധനം ഒത്തിലേക്ക് കയറുന്ന രംഗമാണ് കാണുന്നത്. അത്യാവശ്യം നല്ല വലിപ്പമുള്ള സൈസ് ഒത്തൊരു സാധനമാണ്. അത് ഫുള്ളായിട്ട് കാണാൻ പറ്റിയിട്ടില്ല. അതിനെ വെച്ച് വാലിൽ നല്ല നീളമുണ്ട്. കടുവയാണോ പുലിയാണോ എന്തായാലും ആ എൻസിൽപ്പെട്ട ഒരു സാധനമാണ്. അത്യാവശ്യം നല്ല സൈസ് ഒത്ത സാധനമാണ്. ഞാനും കണ്ടു. ഇവിടെ പണിക്കാരനുണ്ടായിരുന്നു. ആ പണിക്കാരൻ ആദ്യം കണ്ടു. എന്നോട് പറഞ്ഞു കിണർ എനിക്ക് കൃത്യമായിട്ട് അറിയാവുന്നതിൻ്റെ പേരിൽ ഞാൻ പെട്ടെന്ന് വന്നതേ അങ്ങോട്ട് ഇറങ്ങി. അപ്പോൾ ചെന്നപ്പോൾ പെട്ടെന്ന് പുത്തിലേക്ക് കയറുന്നതാണ് ഞാൻ കാണുന്നത്. മലപ്പുറം വളാഞ്ചേരിയിൽ അനധികൃത തെരുവ് കച്ചവടക്കാരെ ഒഴിപ്പിച്ച വ്യാപാരികൾ. അനധികൃത തെരുവ് കച്ചവടങ്ങൾ നിയമാനുസൃത കച്ചവടക്കാർക്ക് ഭീഷണിയാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് വ്യാപാരികളുടെ നടപടി. നഗരസഭയ്ക്കും പോലീസിനും നിരവധി തവണ പരാതി നൽകിയിട്ടും നടപടി ഉണ്ടായില്ലെന്ന് വ്യാപാരികൾ കുറ്റപ്പെടുത്തി. ദിനംപ്രതി തെരുവ് കച്ചവടങ്ങൾ വർദ്ധിച്ചുവരുന്ന സാഹചര്യത്തിലാണ് അസാധാരണ സമരവുമായി വളാഞ്ചേരിയിലെ വ്യാപാരികൾ രംഗത്തെത്തിയത്. പലകുറി ഇക്കാര്യം സംബന്ധിച്ച് നഗരസഭയ്ക്കും പോലീസിനും പരാതി നൽകിയിട്ടും നടപടിയില്ലാതായതോടെയാണ് തെരുവ് കച്ചവടങ്ങൾ ഒഴിപ്പിക്കാൻ നേരിട്ട് രംഗത്തിറങ്ങിയതെന്ന് വ്യാപാരികൾ പറയുന്നു. ദിനേന നമ്മൾ ഉപയോഗിക്കുന്ന മുഴുവൻ സാധനങ്ങളും എല്ലാ നിബന്ധനകളും പാലിച്ച് എല്ലാ ലൈസൻസും എടുത്ത് കച്ചവടം ചെയ്യുന്ന വ്യാപാര സ്ഥാപനത്തിന്റെ മുമ്പിൽ നിർബാധം വിറ്റഴിക്കുന്ന ഒരു സാഹചര്യത്തിൽ ബന്ധപ്പെട്ട മുനിസിപ്പാലിറ്റിയോടും പോലീസിനോടും ഒക്കെ ഈ കാര്യങ്ങൾ പലവട്ടം പറഞ്ഞിട്ടും ഒരു തരത്തിലുള്ള നടപടി ഇല്ലാതെ വന്നപ്പോഴാണ് നിർവാഹമില്ലാതെ വ്യാപാരി വ്യവസായ ഏകോപന സമിതി ഇത്തരത്തിലുള്ള ഒരു ധർമ്മ സമരത്തിന് നേതൃത്വം നൽകുന്നത്. തെരുവ് കച്ചവടങ്ങൾക്ക് തങ്ങൾ എതിരല്ലെന്നും അവർ മാർക്കറ്റിലോ മറ്റോ മുറിയെടുത്ത് കച്ചവടം ചെയ്യട്ടെയെന്നും അവരെ ദ്രോഹിക്കാനോ മുതൽ നശിപ്പിക്കാനോ ആഗ്രഹിക്കുന്നില്ലെന്നും വ്യാപാരികൾ വ്യക്തമാക്കി. നമ്മളെ അവരെ കച്ചവടത്തിന് എതിരോ അല്ലെങ്കിൽ അവർ കച്ചവടം ചെയ്യണ്ട എന്നൊന്നും നമുക്ക് അഭിപ്രായമില്ല.
നിയമാനുസൃതം അവർക്ക് റൂം എടുത്ത് കച്ചവടം ചെയ്യാം. മത്സ്യ കച്ചവടം മാർക്കറ്റിൽ ചെയ്യാം. മാർക്കറ്റ് വളരെ വിശാലമായി കാലിയായി കിടക്കുക, അവിടെ ചെയ്യാം. അതല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും പോയി ചെയ്യാം. ഞങ്ങൾ കച്ചവടം ചെയ്യുന്ന സ്ഥാപനത്തിന്റെ മുമ്പിൽ ഒരാൾക്ക്, ഒരു കസ്റ്റമർക്ക് കടയിലേക്ക് കടന്നു വരാൻ പറ്റാത്ത രീതി ബ്ലോക്ക് ആക്കിയിട്ട് കച്ചവടം ചെയ്യുന്നതിന് ഏതായാലും വളാഞ്ചേരിയിൽ വ്യാപാരി വ്യവസായി ഇനിമേൽ അനുവദിക്കുന്നതല്ല. 16-ൽ പരം ലൈസൻസ് എടുത്ത് വൈദ്യുതി ബില്ലും വൻതുക വാടകയും തൊഴിലാളികളുടെ ശമ്പളവും അടക്കം സഹിച്ച് കച്ചവടം ചെയ്യുന്ന വ്യാപാരികൾക്ക് അനധികൃത കച്ചവടം വലിയ നഷ്ടമുണ്ടാക്കുന്നുണ്ട്. അനധികൃത കച്ചവടം അനുവദിക്കില്ലെന്നും നല്ല രീതിയിൽ കച്ചവടം ചെയ്യാൻ വ്യാപാരി സംഘടന സംവിധാനമൊരുക്കുമെന്നും വ്യാപാരികൾ വ്യക്തമാക്കി. ന്യൂസ് 18 തിരൂർ. പാലക്കാട് അഗളിയിൽ വൻ കഞ്ചാവ് വേട്ടയുമായി കേരള പോലീസ്. സത്യക്കല്ലുമലയുടെ താഴ്വാരത്ത് ഏകദേശം 60 സെന്റ് സ്ഥലത്ത് 3 മാസം പ്രായമായിട്ടുള്ള 10,000-ഓളം കഞ്ചാവ് ചെടികളാണ് പോലീസ് കണ്ടെത്തിയത്. കേരള തീവ്രവാദ വിരുദ്ധ സേനയും പാലക്കാട് ജില്ലാ ലഹരി വിരുദ്ധ സേനയും പുതൂർ പോലീസും ചേർന്നാണ് റെയ്ഡ് നടത്തിയത്. കഞ്ചാവ് കൃഷി ചെയ്തവരെയും വിൽപ്പന നടത്തിയവരെയും കുറിച്ചും അന്വേഷണം തുടങ്ങി. തൃത്താല ചാത്തന്നൂരിൽ നടക്കുന്ന പാലക്കാട് റവന്യൂ ജില്ലാ കായികമേളയിൽ വായ മൂടിക്കെട്ടി പ്രതിഷേധം. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് സംയുക്ത കായിക അധ്യാപക സംഘടനയുടെ നേതൃത്വത്തിൽ വേറിട്ട പ്രതിഷേധം നടന്നത്. ചാത്തന്നൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കുന്ന പാലക്കാട് ജില്ലാതല കായികമേളയിലാണ് വായ മൂടിക്കെട്ടി കായികാധ്യാപകർ പ്രതിഷേധിച്ചത്. മേളയുടെ ഉദ്ഘാടന വേദിക്ക് സമീപം ആയിരുന്നു പ്രതിഷേധം. മുഴുവൻ കായികാധ്യാപകരെയും ഉൾപ്പെടുത്തി സംരക്ഷണ ഉത്തരവ് പുനഃസ്ഥാപിക്കുക, UP ഹൈസ്കൂൾ തസ്തിക നിർണയ മാനദണ്ഡങ്ങൾ ശാസ്ത്രീയമായി പരിഷ്കരിക്കുക, ഹയർ സെക്കൻഡറി തസ്തിക അനുവദിച്ച പ്രമോഷനും നിയമനവും സാധ്യമാക്കുക, കായിക വിദ്യാഭ്യാസം സ്കൂളുകളിൽ നിർബന്ധമാക്കുക തുടങ്ങി വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു സംയുക്ത കായികാധ്യാപക സംഘടനയുടെ നേതൃത്വത്തിൽ വേറിട്ട പ്രതിഷേധം അരങ്ങേറിയത്. ഇവിടെ കേരളത്തിലെ കായിക അധ്യാപകർ പ്രതിഷേധിക്കുന്നത് 13,000 പൊതുവിദ്യാലയങ്ങളിലുള്ളതിൽ കേവലം 1,800 കായിക അധ്യാപകർ മാത്രമാണ് കേരളത്തിൽ നിലവിലുള്ളൂ. ബാക്കിയുള്ള മുഴുവൻ വിദ്യാർത്ഥികൾക്കും കായികമേളയിൽ പങ്കെടുക്കാനും കായികമേളയിലെ കായിക പരിശീലനത്തിലുള്ള അവസരങ്ങളും നിഷേധിക്കപ്പെടുന്ന നിലപാടിലാണ് കേരള സംസ്ഥാനം മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. സംഘടനാ ട്രഷറർ സന്തോഷ് മാസ്റ്റർ, ജോയിന്റ് സെക്രട്ടറി വാസുദേവൻ മാസ്റ്റർ തുടങ്ങിയവർ പ്രതിഷേധത്തിന് നേതൃത്വം നൽകി. ജില്ലയിലെ വിവിധ സ്കൂളുകളിൽ നിന്നും വിദ്യാർത്ഥികളുമായി അധ്യാപകർ പ്രതിഷേധത്തിൽ അണിനിരന്നു. ന്യൂസ് 18 തൃത്താല. അർബുദ രോഗിയായ യുവാവ് ചികിത്സാ സഹായം തേടുന്നു. ബാലരാമപുരം കോട്ടുകാൽ സ്വദേശി പ്രദീപ് ദേവാണ് ചികിത്സാ സഹായം തേടുന്നത്. സ്വകാര്യ സെക്യൂരിറ്റി ഏജൻസിയിലെ ജീവനക്കാരനായിരുന്ന പ്രദീപ് ദേവ് അർബുദത്തെ തുടർന്ന് 5 സർജറികൾക്കാണ് ഇതിനോടകം വിധേയനായത്. എന്നാൽ പ്രദീപിന്റെ കഴുത്തിൽ ഒരു ശസ്ത്രക്രിയ കൂടി നടത്തണമെന്നാണ് RCCയിലെ ഡോക്ടർമാരുടെ നിർദ്ദേശം. ഹൃദ്രോഗിയായ അമ്മയ്ക്ക് ലഭിക്കുന്ന വിധവാ പെൻഷനാണ് ഏക വരുമാനം. പ്രദീപ് ദേവിന്റെ ജീവൻ നിലനിർത്താൻ കുടുംബം സുമനസ്സുകളുടെ സഹായം തേടുകയാണ്. ഇന്ത്യ ഓസ്ട്രേലിയ ഏകദിന പരമ്പരയ്ക്ക് മുന്നോടിയായി വിരാട് കോഹ്ലി ഇന്ത്യയിൽ തിരിച്ചെത്തി. ഇന്ന് ഇന്ത്യൻ ടീം ഓസ്ട്രേലിയയ്ക്ക് പറക്കാനിരിക്കെയാണ് കോഹ്ലിയുടെ തിരിച്ചുവരവ്. ഡൽഹിയിൽ നിന്ന് 2 സംഘങ്ങളായാണ് ഇന്ത്യൻ ഏകദിന ടീം യാത്ര തിരിക്കുന്നത്. ഇതിനു മുന്നോടിയായി ഡൽഹിയിൽ നടക്കുന്ന ടീം മീറ്റിംഗിൽ പങ്കെടുക്കുന്നതിനായാണ് കോഹ്ലി ഡൽഹിയിൽ എത്തിയത്. രഞ്ജി ട്രോഫി പുതിയ സീസണിൽ കേരളത്തിന് ഗംഭീര തുടക്കം. റൺസ് എടുക്കുന്നതിന് മുൻപേ മഹാരാഷ്ട്രയുടെ 3 വിക്കറ്റ് നഷ്ടമായി. പൃഥ്വി ഷാ, അർഷിൻ കുൽക്കർണി, സിദ്ധേഷ് വീർ എന്നിവരാണ് പുറത്തായത്. MD നിതീഷും NB ബേസിലുമാണ് മഹാരാഷ്ട്രയുടെ മുൻനിരയെ തകർത്തത്. 18 റൺസ് എടുക്കുന്നതിനിടെ 5 വിക്കറ്റുകൾ നഷ്ടമായ മഹാരാഷ്ട്രയെ 6ാം വിക്കറ്റിൽ ഒത്തുചേർന്ന ഋതുരാജ് ഗെയ്ക്വാദും കേരളത്തിന്റെ മുൻ താരം ജലജ് സക്സേനയും കരകയറ്റാനുള്ള ശ്രമത്തിലാണ്. ഋതുരാജ് അർദ്ധ സെഞ്ചുറി നേടി. നിലവിൽ 5 വിക്കറ്റ് നഷ്ടത്തിൽ 125 റൺസ് എന്ന നിലയിലാണ് മഹാരാഷ്ട്ര. നവംബർ 1 പ്രത്യേക നിയമസഭാ സമ്മേളനം. മന്ത്രിസഭാ യോഗമാണ് തീരുമാനമെടുത്തത്. കേരള പിറവി പ്രമാണിച്ചാണ് സമ്മേളനം എന്നാണ് വിശദീകരണം. തദ്ദേശ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ടുള്ള പ്രഖ്യാപനം ഉണ്ടായേക്കും. നോക്കാം സ്വർണം വെള്ളി നിരക്ക്. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദി വെർസറ്റൈൽ ജുവലർ. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 11,815 രൂപ, പവന് 94,520 രൂപ. സ്വർണം 18 ക്യാരറ്റ് ഗ്രാമിന് 9,770, പവന് 78,160 രൂപയും. വെള്ളി ഗ്രാമിന് 200 രൂപ, കിലോയ്ക്ക് 2 ലക്ഷം രൂപ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദി വെർസറ്റൈൽ ജുവലർ. പൂർണ്ണമാകുന്നു പകൽ വാർത്ത. ഇടവേളയ്ക്ക് ശേഷം സ്പോട്ട് ലൈവുമായി ടോം കുര്യാക്കോസ് ചേരും. നമസ്കാരം.